Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? Yes, ma'am. കഴിച്ചു അല്ലേ? ഓക്കെ ഓക്കെ. Ma'am കഴിച്ചോ? കഴിച്ചു. ഇപ്പൊ തന്നെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണേ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ ഇന്ന് ഷെറീന മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. 3 മണി വരെ ആയിരിക്കും കേട്ടോ ക്ലാസ്. 3:30 വരെ ഇല്ല, 3 മണി വരെ ക്ലാസ് ഉള്ളൂ. ഞാനായിരിക്കും കേട്ടോ എടുക്കുന്നത്. മിസ്സിന് വേറൊരു അവറായിട്ട് ക്ലാസ് വന്നു, അതുകൊണ്ട് വേറെ അവർ വന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഷെറീന മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കാം. 3 മണി വരെ ആയിരിക്കും കേട്ടോ നമ്മുടെ ക്ലാസ്. 1.5 മണിക്കൂർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാവരും ഊണൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ടൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, ഇത് എടുത്തോളൂ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാമല്ലോ അല്ലെ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ICU സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ തീവ്രപരിചരണ വിഭാഗം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്കറിയാം അല്ലെ? വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലിനകത്തുള്ള ഒരു യൂണിറ്റ് ആണ് അല്ലെ ICU എന്ന് പറയുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഈ പറയുന്ന ICUവിൽ കെയർ ചെയ്യുന്നത് അല്ലെ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? സിവിയർ ബേൺസ്, കഠിനമായിട്ട് പൊള്ളലേറ്റിട്ടുള്ള രോഗികളെ, പിന്നെ ഈ പറയുന്ന പോലെ റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ, ശ്വസന പരാജയം ഒക്കെ വന്നിട്ടുള്ള കറക്റ്റ് ആണ് അഞ്ചിത സിവിയർ ബേൺസ് ഒക്കെ വന്നിട്ടുള്ളവര്. പിന്നെന്താണ്? കാർഡിയോ തൊറാസിക് സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകള്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ വളരെ സങ്കീർണമായിട്ടുള്ള നട്ടെല്ലിന്റെ എന്താ പറയാ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള രോഗികള്, പിന്നെ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയ ആളുകള്, അങ്ങനെയുള്ള രോഗികളെയൊക്കെയാണ് നമ്മൾ എവിടെ പരിചരിക്കുന്നത്? ICUവിനകത്ത് പരിചരിക്കുന്നത്. കറക്റ്റ് ആണ് കേട്ടോ അഞ്ചിത. കോംപ്ലക്സ് സ്പൈനൽ സർജറി നമ്മൾ പറഞ്ഞു അല്ലെ? മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, പിന്നെന്താണ്? സെപ്സിസ്, കാർഡിയാക് അറസ്റ്റ്, ഇങ്ങനെയുള്ള രോഗികൾ, ഇതിനൊക്കെ സംഭവിച്ചിട്ടുള്ള രോഗികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ICUവിനകത്ത് കെയർ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ? പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU അല്ലെ? പലതരത്തിലുള്ള ICU ഉണ്ട്. അത് ഏതിനാണോ അവിടെ ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത്, ഏതിനാണോ അവിടെ തീവ്രപരിചരണം കൊടുക്കുന്നത്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല പല ടൈപ്പുകളാക്കിയിട്ട് തരംതിരിക്കുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ കാർഡിയാക് ICU എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഹൃദയത്തിനാണ്, ഹൃദയ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വന്ന രോഗികൾക്കാണ് അവിടെ ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത് അല്ലെ? അതുകൊണ്ട് അതിനെ നമുക്ക് കാർഡിയാക് ICU എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്? ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗാസ്ട്രോ ആമാശയ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ള, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കാണ് തീവ്രപരിചരണം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയാം. നമ്മൾ പല പല ടൈപ്പുകൾ കണ്ടു അല്ലെ? പീഡിയാട്രിക് ICU കണ്ടു, നിയോനാറ്റൽ ICU കണ്ടു, പിന്നെ ജെറിയാട്രിക് ICU കണ്ടു. അങ്ങനെ എന്തിനാണോ അവര് ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പല പല ടൈപ്പുകളാക്കിയിട്ട് തരംതിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അതുവരെ? അതെ, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ അശ്വതി, അഞ്ജിത. അപ്പൊ നമുക്ക് അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ICUവിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. അതിന്റെ ജസ്റ്റ് തുടക്കം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറന്നുപോയോന്ന് അറിയില്ല, നമുക്കൊന്നുകൂടെ പറയാം കേട്ടോ. അതായത് ICUവിനെ നമ്മള് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ദ ഓർഗനൈസേഷണൽ
സ്ട്രക്ചർ. ഓക്കെ, ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐസിയുവിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ഒന്ന് ഓപ്പൺ യൂണിറ്റ് ഐസിയു, രണ്ടാമത്തത് ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കത് വായിക്കാം കേട്ടോ. നമുക്കത് മനസ്സിലാക്കണേക്കാളും മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഒരു ഫിസിഷ്യൻ എന്താണെന്നും ഒരു ഇന്റൻസിവിസ്റ്റ് എന്താണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പറയില്ലേ, നമുക്ക് സാധാരണ അസുഖമൊക്കെ വരുമ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം ഫിസിഷ്യനെ കാണിക്കാൻ പറയും. ഒരു ഫിസിഷ്യനെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് നമ്മൾ പോവാറുണ്ട് അല്ലെ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ തന്നെയാണ് അല്ലെ. ഒരു അദ്ദേഹത്തിന് നമ്മള് ജനറൽ പ്രാക്ടീഷണർ എന്നും പറയും കേട്ടോ. ജനറൽ പ്രാക്ടീഷണർ എന്ന് നമ്മൾ പറയാറുണ്ട്. അത്രയും പറയാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഫിസിഷ്യൻ ആണ് പറയാറ് അല്ലെ. ഓക്കെ, അദ്ദേഹം എന്താണ്? ഹി സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ജനറൽ മെഡിസിൻ ആണ് കേട്ടോ. അതായത് ജനറൽ മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അഥവാ ജനറൽ പ്രാക്ടീഷണർ, പേരിൽ തന്നെ ജനറൽ വരുന്നുണ്ട്. കാര്യം എന്താണ്? ജനറൽ മെഡിസിനിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആളാണ് ഫിസിഷ്യൻ. ഇനി ആരാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആരാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഐസിയുവിനകത്ത് തീവ്രപരിചരണം ആയിട്ടുള്ള രോഗികൾ അല്ലെ, തീവ്രപരിചരണം ആവശ്യമുള്ള രോഗികള് അവരെ പരിചരിക്കുന്നതിന് വിദഗ്ധനായിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കാം. ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് അവർ പ്രവർത്തിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ആ പേരിനോട് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയാനുള്ള കാരണം. അതായത് ഐസിയുവിനകത്ത് തീവ്രപരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നതിൽ വിദഗ്ധനായിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ. കാര്യം അവർക്ക് ഇന്റൻസീവ് കെയർ കൊടുക്കുന്നതിൽ അവര് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും, ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാരായിരിക്കും. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞത് അവരെ നമ്മൾ ഇന്റൻസിവിസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയില്ലേ കാർഡിയോളജിസ്റ്റ്, എന്തുകൊണ്ടാണ്? അവര് ഹാർട്ടിനകത്താണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പൾമണോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവര് ലങ്സിനകത്താണ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് അവര് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറയും നെഫ്രോളജിസ്റ്റ്, കാരണം എന്താണ്? കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് അവര് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. പോലെ ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീവ്രപരിചരണ വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള രോഗികളെ പരിചരിക്കുന്നതിൽ വിദഗ്ധനായിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ നമ്മള് ഇന്റൻസിവിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി അഥവാ ജനറൽ മെഡിസിനില് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറെ നമ്മള് ഫിസിഷ്യൻ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നത്. ഒരു ഫിസിഷ്യൻ എന്താണ്, ഒരു ഇന്റൻസിവിസ്റ്റ് എന്താണ്. ഇനി അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാല് ഒരു ഓപ്പൺ യൂണിറ്റ് ഐസിയു ആണെങ്കിൽ, ഒരു ഓപ്പൺ യൂണിറ്റിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു ഓപ്പൺ യൂണിറ്റ് ഐസിയു ആണെങ്കിൽ അവിടെ ഫിസിഷ്യൻ ആയിരിക്കും ഇമ്പോർട്ടന്റ് റോള് വരുന്നത്. മനസ്സിലായോ? ഫിസിഷ്യൻ ആയിരിക്കും ഈ പറയുന്ന രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതും ഐസിയുവിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതുമായ എല്ലാവിധ പരിചരണങ്ങളും ആര് തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവുക? ഒരു ഫിസിഷ്യൻ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. ഏതിനകത്ത്? ഓപ്പൺ യൂണിറ്റ് ഐസിയുനകത്ത്. പക്ഷെ അവിടെ നമ്മുടെ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് വെറും എന്താണ്? ഒരു നിയർലി കൺസൾട്ടന്റ് റോള് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അവർക്ക് വെറും എന്താണ്? പേരിന് മാത്രമായിട്ടുള്ള ഒരു റോള് അവിടെ വരുന്നുള്ളൂ. അവർക്ക് ഇമ്പോർട്ടൻസ് അധികം വരുന്നില്ല. അപ്പോ അങ്ങനെ വരുമെന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുമ്പോൾ തീവ്രപരിചരണം കൊടുക്കുന്നതിന് ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അല്ലെ. അവരുടെ സേവനമാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത്, പേഷ്യൻസിന് കിട്ടേണ്ടത്. അങ്ങനെയുള്ളവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ അവര് വെറും നിയർലി കൺസൾട്ടന്റ് ആക്കി മാത്രം നിർത്തിക്കൊണ്ട് ഫിസിഷ്യന് ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് കൊടുക്കുന്നതാണ് ഓപ്പൺ യൂണിറ്റ് ഐസിയു. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് അത്ര നല്ലതല്ല അല്ലെ. അങ്ങനെയല്ല അവിടെ വരേണ്ടത്. അതേസമയം ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ആണെങ്കിൽ നേരെ വിപരീതമാണ്. അവിടെ ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റുകൾക്കാണ് പ്രധാനപ്പെട്ട റോള് വരുന്നത്. അവരാണ് ഈ പറയുന്ന ഐസിയുവിനകത്തേക്ക് ഈ പറയുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്, ഡിസ്ചാർജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആര് തന്നെയായിരിക്കും ക്ലോസ്ഡ് യൂണിറ്റിനകത്ത് ചെയ്യുന്നുണ്ടാവുക? ഇന്റൻസിവിസ്റ്റ് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്ന് കരുതിയിട്ട് ഫിസിഷ്യന്മാർക്ക് അവിടെ റോളില്ല എന്നല്ല. ഫിസിഷ്യന്മാരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പേഷ്യൻസിന് ഇന്റൻസീവ് ആയിട്ടുള്ള പരിചരണം അവർ കൊടുക്കുന്നത്. അവർക്ക് റോള് കൊടുക്കാതിരിക്കുന്നില്ല, അവരെ മാറ്റി നിർത്തുന്നില്ല. അവരെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് കാര്യം അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്, കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടാണ് അവിടെ പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നത്? ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ഏതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും ക്ലോസ്ഡ് യൂണിറ്റ് ആയിരിക്കും.
കാര്യം നമുക്ക് തീവ്ര പരിചരണം കൊടുക്കേണ്ട രോഗികൾക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറുടെ സേവനമാണ് വേണ്ടത് അല്ലെ. അല്ലാണ്ട് ഒരു ജനറൽ മെഡിസിനിൽ പഠിച്ച ഒരാളുടെ സേവനമാണോ നമുക്ക് അവിടെ ആവശ്യം അല്ല. ഇത് തന്നെയാണ് ഇത് ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. മനസ്സിലായല്ലോ? സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഓപ്പൺ യൂണിറ്റിൽ ഒരു ഫിസിഷ്യൻ ആണ് പ്രൈം ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെ നമ്മുടെ ഇന്റൻസിവിസ്റ്റ് വെറും നിയർലി കൺസൾട്ടന്റ് മാത്രമാണ്. അതേസമയം നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റിനകത്തോട്ട് വരുമ്പോൾ ഇന്റൻസിവിസ്റ്റിന് പ്രധാനപ്പെട്ട ഒരു റോള് വരുന്നുണ്ട്. അദ്ദേഹം മറ്റ് ഫിസിഷ്യന്മാരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ആർക്ക് പരിചരണം കൊടുക്കുന്നത്? രോഗിക്ക് പരിചരണം കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ നമുക്ക് വായിക്കാം. അപ്പൊ നമുക്ക് കുറെ കൂടെ പെട്ടെന്ന് ക്ലിയർ ആകും. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പൺ യൂണിറ്റ് കേട്ടോ. എന്താണ് പറയുന്നത്? ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ്. നോട്ട് ചെയ്തിരിക്കേണ്ട, അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ്. ഈ പറയുന്ന അറ്റൻഡിങ് ഫിസിഷ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട കെയർ ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ഫിസിഷ്യന്മാരാണ് കേട്ടോ. Triage കേട്ടോ. Triage decision falls on the director of ICU when there is bed or staff shortage. എന്താണ് ട്രിയാഷ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ട്രിയാഷ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഓരോ രോഗിയുടെയും ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും അല്ലെ. ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നമുക്ക് ഐസിയുനകത്തേക്ക് എന്താ പറയാ ഐസിയുനകത്തേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ വന്നിരിക്കുന്ന രോഗികളിലെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ആളുകൾ ഉണ്ടായിരിക്കും. ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം? കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കാം. അപ്പൊ അങ്ങനെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? പേഷ്യൻസിനെ സോർട്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രിയാഷ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഒത്തിരി രോഗികൾ വരും, അതിനകത്ത് പലരും പല എന്താ പറയാ മെഡിക്കൽ കണ്ടീഷനുള്ള ആളുകളായിരിക്കും. ഏറ്റവും കൂടുതൽ തീവ്ര പരിചരണം അർഹിക്കുന്ന രോഗി ഏതാണോ അവരെയാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷമല്ലേ മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രിയാഷ് ഡിസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ കണ്ടീഷൻസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിനെയാണ് പ്രയോറിറ്റി കൊടുത്ത് സോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രിയാഷ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു ട്രിയാഷ് ഡിസിഷൻ ഫാൾസ് ഓൺ ദ ഡയറക്ടർ ഓഫ് ICU. ഓക്കെ, ICU ഡയറക്ടർ ആരാണ്? ICU ഡയറക്ടർ? ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. ഡയറക്ടർ ഓഫ് ICU എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസിവിസ്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രയാഡ് ഡിസിഷൻസ് മാത്രമാണ് ആർക്ക് എടുക്കേണ്ടി വരുന്നത്? ഡയറക്ടർ ഓഫ് ICU അഥവാ ഇന്റൻസിവിസ്റ്റിന് എടുക്കേണ്ടി വരുന്നത്. പിന്നെ പറയാണ് വെൻ ദർ ഈസ് ബെഡ് ഓർ സ്റ്റാഫ് ഷോർട്ടേജ്. ഇപ്പൊ ബെഡിന്റെ ഷോർട്ടേജോ അല്ലെങ്കിൽ അവിടെ ICUവിലെ വല്ല സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാനുള്ള ഒരു അത് മാത്രമേ ആർക്ക് കൊടുക്കുന്നുള്ളൂ? ഇന്റൻസിവിസ്റ്റിന് കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ വളരെ നിസ്സാരമായിട്ടുള്ള വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാന്ന്. ഒരു ബെഡിന്റെ ഷോർട്ടേജ് വന്ന അല്ലെങ്കിൽ ഒരു ജീവനക്കാരുടെ വല്ല ഷോർട്ടേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അതുപോലെ ഈ പറയുന്ന പേഷ്യൻസിനെയൊക്കെ ഒന്ന് പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഒന്ന് സോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള വളരെ എന്താ പറയാ വളരെ ഇതായിട്ടുള്ള പ്രാധാന്യമില്ലാത്ത ചില കാര്യങ്ങൾക്ക് മാത്രമേ ആർക്ക് റോള് വരുന്നുള്ളൂ? ഇന്റൻസിവിസ്റ്റിന് റോൾ വരും. ബാക്കി എല്ലാം പ്രൈം ഇമ്പോർട്ടൻസ് ആര് തന്നെയാണ്? ഫിസിഷ്യൻസിന് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്, ഓപ്പൺ യൂണിറ്റിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ദ മേജർ ഡ്രോബാക്ക് of this concept is that these physicians might not have received specialized training for managing critically ill patients. അവിടെ വരെ മതിട്ട് സെന്റൻസ് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ്. ഇസ് ദ മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് കൺസെപ്റ്റ്. വേണ്ട, ഒരെണ്ണം മതി കേട്ടോ. എന്താണ് ദ മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് കൺസെപ്റ്റ് ഇസ് ദാറ്റ് these physicians might not have received specialized training for managing critically ill patients. അപ്പൊ നമുക്കറിയാം ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലെ. കാര്യം ഈ ക്രിട്ടിക്കലി ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് മാനേജ് ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ഒരു ഫിസിഷ്യന്റെ സേവനമാണ് അവിടെ കൂടുതലും ലഭിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ക്ലോസ്ഡ് യൂണിറ്റ് കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റ് എന്താണ്? The directors and or associates are accountable for all admissions and discharges. ഇപ്പോ ക്ലോസ്ഡ് യൂണിറ്റ് കണ്ടിട്ട് നമ്മുടെ ഡയറക്ടർ, ICU ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ് അല്ലെ. ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റുകളും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും അല്ലെ, അവരൊക്കെയാണ് ഇത് ഈ പറയുന്ന രോഗീനെ അഡ്മിറ്റ് ചെയ്യുന്നതിനും ഡിസ്ചാർജ് ചെയ്യുന്നതിനും ഏറ്റവും ഉത്തരവാദിത്തം വഹിക്കുന്നത്. അതാണ് പ്രൈം ഇമ്പോർട്ടൻസ്. Once the patient is admitted, the unit team takes care of it by collaborating with the admitting team
ഫോർ ദ എഫിഷ്യന്റ് പേഷ്യന്റ് കെയർ. എന്താണ് പറയുന്നത്? ഇപ്പൊ ഒരു പ്രാവശ്യം ഈ പറയുന്ന ICUവിനകത്തേക്ക് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ICU യൂണിറ്റ് ടീം എന്ത് ചെയ്യാണ്? ഈ പറയുന്ന മറ്റു ഫിസിഷ്യന്മാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട്, അല്ലെ, കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ എഫിഷ്യന്റ് പേഷ്യന്റ് കെയർ, അല്ലെ, പേഷ്യന്റിന് വളരെ കാര്യക്ഷമമായിട്ടൊരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഇന്റൻസിവിസ്റ്റുകൾ മറ്റ് സീനിയർ ഫിസിഷ്യൻസുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ക്ലോസ്ഡ് യൂണിറ്റിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പൊ രണ്ടും കൂട്ടരുടെയും സേവനം എന്താണ്? നല്ല രീതിയിൽ ആർക്ക് കിട്ടും? പേഷ്യൻസിന് കിട്ടും. ഓക്കെ, നോക്കാം. ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺസ്. എന്തുകൊണ്ടാണ് ക്ലോസ്ഡ് യൂണിറ്റ് കൂടുതൽ ഹെൽപ്ഫുൾ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എന്തിന്റെ സ്പെഷ്യാലിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. താഴെ തന്നിരിക്കുന്നത് ക്ലോസ്ഡ് യൂണിറ്റിന്റെ പ്രത്യേകതയാണോ അത് ഓപ്പൺ യൂണിറ്റിന്റെ പ്രത്യേകതയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഓക്കെ, മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീസിയേഷൻ. ക്ലോസ്ഡ് യൂണിറ്റ് ICUവിന്റെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ പറയുന്നത്. മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീസിയേഷൻ. അപ്പൊ കുറേയും കൂടി ടൈമിലി, അല്ലെ, കുറേയും കൂടെ നമുക്ക് എന്താ പറയാ, ഡിലേ വരാതെ, അല്ലെ, കാലതാമസം വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിനെ വിലയിരുത്താനായിട്ട് സാധിക്കും, അല്ലെ. മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ, പേഷ്യൻസിനെ കറക്റ്റ് ആയിട്ട് ഡിലേ വരാതെ ടൈമിലി തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിനെ വിലയിരുത്താനും സാധിക്കും. ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഇനീസിയേഷൻ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആരംഭിക്കാനായിട്ട് സാധിക്കും. അത് ക്ലോസ്ഡ് യൂണിറ്റ് ICUവിന്റെ പ്രത്യേകത. കാര്യം അവിടെ എന്താണ്? അവർ പരിചരിക്കുന്നത് ഇന്റൻസിവിസ്റ്റുകളാണല്ലേ. അവിടെ അതിൽ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണ്. അപ്പൊ അവർക്ക് വളരെ ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ടൈമിലി ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആരംഭിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? Intensivists are the specifically skilled in treating critically ill patients, അല്ലെ. ക്രിട്ടിക്കലി ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിനെ പരിചരിക്കുന്നതിലെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ആര്? ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഡാഷ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. അപ്പൊ ക്രിട്ടിക്കലി ഇല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരണം ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ്. അവരെ പരിചരിക്കുന്നത് ആരാണ്? ഇന്റൻസിവിസ്റ്റുകളാണ്. ഓക്കെ, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് യൂണിറ്റിന്റെ അഡ്വാൻറ്റേജ്. ഇപ്പൊ നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെല്ലാം തന്നെ കൂടുതലും എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണ്. ഓപ്പൺ യൂണിറ്റ് ICU ഒന്നും അധികം ഇല്ല. കൂടുതലും എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് യൂണിറ്റ് ICU തന്നെയാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലുള്ളത് കേട്ടോ. ഓക്കെ, പേജ് നമ്പർ എനിക്കറിയില്ല കേട്ടോ. ഞാൻ PDF പ്രിന്റ് ആണ് എടുക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരോട് ഒന്ന് ചോദിക്കൂ കേട്ടോ. പേജ് നമ്പർ എത്രയാണെന്നുള്ളത്. 60 അല്ലെ? ഓക്കെ ഓക്കെ, 60. കാര്യം ഞാൻ എടുക്കുന്നത്, ഞാൻ ബുക്കല്ല, എന്റെ കയ്യിൽ പ്രിന്റഡ് ആണ് കേട്ടോ. പ്രിന്റഡ് നോട്ടാണ്. അപ്പൊ എനിക്ക് എല്ലാത്ത പേജ് നമ്പർ പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് 60 ആണ് കേട്ടോ പേജ്. ഒക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ക്ലിയർ ആയില്ലേ? ഓപ്പൺ യൂണിറ്റ് എന്താണെന്നുള്ളതും ക്ലോസ്ഡ് യൂണിറ്റ് എന്താണെന്നുള്ളതും ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോയാലോ? നെക്സ്റ്റ് എന്താണ്? ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് സ്റ്റാഫിങ് കേട്ടോ. അതായത് ICUവിനകത്തെ സ്റ്റാഫിങ് എങ്ങനെയാണ്, സ്റ്റാഫിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമ്മുടെ ICU എന്ന് പറയുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്, അത് എന്താണ്? ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ് ആ ഒരു യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ്. കാര്യം നിങ്ങൾ മറ്റേ ഈ ചാപ്റ്റർ ഒക്കെ പഠിക്കും, ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ്. ഇത് തുടങ്ങിയോ നിങ്ങൾക്ക്? ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന 5ാമത്തെ ചാപ്റ്റർ ആണ്. അതിനകത്ത് നിങ്ങൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ICU. തുടങ്ങിയോ അത്? ഓക്കെ ഓക്കെ, തുടങ്ങില്ലേ? അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. തുടക്കം തന്നെയാന്ന് തോന്നുന്നു. ICU വരുന്നുണ്ട്. അതിലൊരു ചെറിയൊരു എന്താ പറയാ, ഒരു ഔട്ട്ലൈൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും നിങ്ങൾക്കൊരു ജനറൽ അവയർനെസ് കിട്ടാൻ പാകത്തിലുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ അത്. അതിനകത്ത് പറയുന്നുണ്ട്, ICUവിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു പോയിന്റ് ആണ്. ICU എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ് ആ ഒരു യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. കാര്യം അതിനകത്ത് കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് വരും, നഴ്സുമാര് വരും, അതുപോലെ തന്നെ നമ്മുടെ
എന്താണ് അനസ്തെറ്റിക്സ് അതിൽ വരും, പിന്നെ ഡയറ്റീഷ്യന്മാർ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കാര്യം എന്താണ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണമാണ് അല്ലെ. ഇവരുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു എന്താ പറയാ ഇന്റൻസീവ് കെയർ ആണ് അവര് അവിടെ കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല, ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം അത്രയും ക്രിട്ടിക്കൽ ആയവരെ മാത്രമേ അവിടെ നമ്മൾ പരിചരിക്കുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മൾ ഇനി കാണുന്നത് അവിടുത്തെ സ്റ്റാഫിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും 4 വിഭാഗ ജീവനക്കാരാണ് കേട്ടോ അവിടെ ഉള്ളത്. 4 വിഭാഗ ജീവനക്കാരാണ്. നോക്കൂ, 1, 2, 3, 4 പേരാണ് അതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഒന്നാമത്തെ എന്താണ്, മെഡിക്കൽ സ്റ്റാഫാണ്. ഫസ്റ്റ് വൺ എന്താണ്, മെഡിക്കൽ സ്റ്റാഫാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ICU സ്റ്റാഫിങ്ങിന് മെഡിക്കൽ സ്റ്റാഫാണ്. രണ്ടാമത്തെ എന്താണ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. രണ്ടാമത്തെ എന്താണ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, നഴ്സിംഗ് സ്റ്റാഫ്. മൂന്നാമത്തെ എന്താണ്, നഴ്സിംഗ് സ്റ്റാഫ് കേട്ടോ. പിന്നെ നാലാമത്തെ എന്താണ്, ഓക്സിലറി പേഴ്സണൽ. എന്താണ്, ഓക്സിലറി പേഴ്സണൽ. മനസ്സിലായോ? 4 വിഭാഗ ജീവനക്കാർ ആരൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, ഡോക്ടർമാരാണ് കേട്ടോ. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ എന്താണ്, ഈ പറയുന്ന റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് കേട്ടോ, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. മൂന്നാമത്തത് നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. നാലാമത്തത് ഓക്സിലറി പേഴ്സണൽ ഉണ്ടായിരിക്കും. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റാഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്റ്റാഫ്, ജീവനക്കാരൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമുക്ക് ആരൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോക്ടർമാരാണ് അല്ലെ, ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, ICU ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റ്. ആരാണ് ICU ഇൻചാർജ് അല്ലെ? ആ ഒരു ICUനെ റെപ്രസെന്റ് ചെയ്ത് ഇൻചാർജ് വഹിക്കുന്ന വ്യക്തി അത് ആര് തന്നെയാണ്? ഇന്റൻസിവിസ്റ്റ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്റൻസിവിസ്റ്റ് അവരൊരു ഡോക്ടറാണ് അല്ലെ. അവരായിരിക്കും മെഡിക്കൽ സ്റ്റാഫിൽ വരുന്നത്. പിന്നെ ആരാണ് പറയുന്നത്, റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് കേട്ടോ. റെസിഡന്റ് ഡോക്ടേഴ്സ് അതിനകത്ത് തന്നെ സീനിയർ ഉണ്ടായിരിക്കും, ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. എന്താണ് ഈ റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റെസിഡന്റ് ഡോക്ടർ അതായത് നമ്മുടെ ഡോക്ടർമാര് MBBS കഴിയുമ്പോൾ, നമുക്കറിയാം MBBS എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഇൻ മെഡിസിൻ ആണ് അല്ലെ. നമ്മൾ ഡിഗ്രി എടുക്കുന്നു എന്നതുപോലെ മെഡിസിനിലെ ഗ്രാജുവേഷൻ ആണ് MBBS എന്ന് പറയുന്നത്. ഈ MBBS കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും. നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ഒക്കെ ചെയ്യില്ലേ എന്നതുപോലെ അവർ MBBS കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? MD ചെയ്യും. MD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും. ആ സമയത്ത് അവർ എന്ത് ചെയ്യും? എന്തെങ്കിലും കാര്യങ്ങൾ അവർ സ്പെഷ്യലൈസ് ചെയ്യും. ഓക്കെ, ചില ആളുകൾ ഇപ്പൊ നമ്മൾ പറയില്ലേ, കാർഡിയോളജിസ്റ്റ്, അവര് കാർഡിയാക്കിലായിരിക്കും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ പൾമണോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ പൾമണറി അല്ലെ, ലങ്സിലായിരിക്കും അവര് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഇവർ MBBS കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും, അതായത് MD ചെയ്യും. ഓക്കെ, ഡോക്ടർ ഓഫ് മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്യും. ഈ MD കൂടെ കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 3 years ഓഫ് റെസിഡൻസി പീരീഡിലിരിക്കും. എന്താണ്? 3 years ഓഫ് റെസിഡൻസി പീരീഡിലിരിക്കും എന്ന് പറഞ്ഞാല് അവര് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിഭാഗത്തില് ഒരു 3 വർഷക്കാലം അവര് ട്രെയിൻഡ് ആയിട്ട്, ഒരു ട്രെയിൻഡ് ഡോക്ടറായിട്ട് അവര് പ്രാക്ടീസ് ചെയ്യും. മനസ്സിലായോ? ശരിക്കും റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ട്രെയിനിങ് പീരീഡിലുള്ള ഡോക്ടേഴ്സ് ആണ് കേട്ടോ. ട്രെയിനിങ് പീരീഡിലുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. MBBS കഴിഞ്ഞ് അവർ MD ചെയ്യും. MD എന്ന് വെച്ചാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിനകത്ത് അവർ സ്പെഷ്യലൈസ് ചെയ്യും. സ്പെഷ്യലൈസ് ചെയ്തിട്ട് പിന്നീട് MD കഴിഞ്ഞിട്ട് ഒരു 3 വർഷക്കാലം അവര് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിഭാഗത്തില് ഒരു ട്രെയിൻഡ് ഡോക്ടറായിട്ട് അവർ സേവനമനുഷ്ഠിക്കും, പ്രാക്ടീസ് ചെയ്യും. ആ സമയത്ത് അവർ ഒരുപാട് എന്താ പറയാ എക്സ്പീരിയൻസും പേഷ്യൻസ് ആയിട്ട് ഇടപെട്ട് ഒരുപാട് എക്സ്പീരിയൻസും സ്കില്ലും അങ്ങനെയൊക്കെ അവർക്ക് കിട്ടും. അങ്ങനെ ഒരു 3 വർഷക്കാലം റെസിഡൻസി പീരീഡിൽ ഇരുന്നതിന് ശേഷമാണ് അവർ പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഒരു ഇൻഡിപെൻഡന്റ് ഡോക്ടർ അഥവാ ഒരു കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഡോക്ടർ, ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവർക്ക് പിന്നെ പ്രവർത്തിക്കാം. എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറുടെ ജേർണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ജേർണിയാണ് അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ MBBS കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് അവർ MD എന്ന് വെച്ചാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ആ ഒരു സ്പെഷ്യലൈസേഷന് ശേഷം ഒരു 3 വർഷക്കാലം അവര് ആ വിഭാഗത്തില് ഒരു ട്രെയിൻഡ് ഡോക്ടറായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, 3 വർഷക്കാലം അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ട്രെയിനിങ് പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്, റെസിഡൻസി എന്നാണ് പറയുക. അതിനുശേഷമാണ് പിന്നീട് അവരൊരു ഇൻഡിപെൻഡന്റ് ഡോക്ടർ അഥവാ ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവര് മാറുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിന്റെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. MD കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർ ഓഫ് റെസിഡൻസിയിൽ ഇരിക്കുന്നവരാണ് സീനിയർ ഡോക്ടർ.
ഇനി ജൂനിയർ ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർ റെസിഡൻസിലേക്ക് എത്തിയിട്ടില്ല, നിലവിൽ അവർ MD ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനുശേഷമാണ് പിന്നെ റെസിഡൻസി പീരീഡ് വരുന്നത്. അപ്പൊ അതാണ് സീനിയർ ജൂനിയർ ഡോക്ടേഴ്സ് എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എൻ ICU ടീം. അതായത് ഒരു ICU ടീമിനകത്ത് ആര് ഇമ്പോർട്ടന്റ് ആണ്? നമ്മുടെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എവിടെ ഉണ്ടായിരിക്കും? ഒരു ICUവിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ രോഗികൾക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരികയാണെങ്കിൽ, ശ്വാസം മുട്ട്, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എവിടെ ഉണ്ടായിരിക്കും? ICU ടീമിനകത്ത് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ആണ് അല്ലെ, എന്ന് വെച്ചാൽ നഴ്സുമാരാണ് ഉദ്ദേശിക്കുന്നത്. അതിനടുത്ത് പറയുന്നത് ഹൈലി ട്രെയിൻഡ് ആൻഡ് എബോവ് ആവറേജ് കോമ്പീറ്റൻസ്. ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബോവ് ആവറേജ് കോമ്പീറ്റൻസ്. അത്യാവശ്യം ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള, അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെ, എന്താണ് പറയുന്നത്? ആവറേജ് കോമ്പീറ്റൻസ്. കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ കഴിവാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കാം? നമ്മുടെ ICUവിനകത്ത് ഉണ്ടായിരിക്കും. നഴ്സുമാര് തന്നെ ജനറൽ നഴ്സിംഗ് ഉണ്ട്, BSc നഴ്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ മാസ്റ്ററിംഗ് നഴ്സിംഗ്, നഴ്സിംഗിൽ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ജനറൽ നഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ലിസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ ചെയ്യാവുന്നതാണ്. BSc നഴ്സിംഗ് ആവുമ്പോൾ അറിയാലോ, കുറച്ചും കൂടെ ഒരു പവർ ഉണ്ട് BSc നഴ്സിംഗിന്. പിന്നെ BSc കഴിഞ്ഞിട്ട് ഇവർ MSc ചെയ്യുന്നതിനകത്ത് മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന നഴ്സുമാരുണ്ട്. അവരെ നമ്മൾ സ്പെഷ്യൽ നഴ്സസ് എന്നാണ് പറയാ കേട്ടോ. അത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള നഴ്സുമാരായിരിക്കും അങ്ങനെയുള്ള ആളുകൾ കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള നഴ്സുമാരായിരിക്കും എവിടെ ഉണ്ടായിരിക്കാം? ICUവിനകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബോവ് ആവറേജ് കോമ്പീറ്റൻസ്. അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ളതും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ്, മാസ്റ്ററിംഗ് നഴ്സിംഗിന്റെ മാസ്റ്റർ ഡിഗ്രി ഉള്ള നഴ്സുമാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. പിന്നെ എന്താണ്? റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഈസ് 1:1 or 1:2. അതൊരു ക്വസ്റ്റ്യന് സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം ICUവിനകത്ത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയാണ്? 1:1 ആവാം, അല്ലെങ്കിൽ 1:2 ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ് പറയുന്നത്. 1:1. 1:1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 nurse is serving for 1 patient. ഒരു പേഷ്യന്റിനെ സെർവ് ചെയ്യാനായിട്ട് ഒരു നഴ്സ്. അതാണ് 1:1 എന്ന് പറയുന്നത് കേട്ടോ. ഇനി 1:2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 nurse is serving for the 2 patients. അതായത് 2 പേഷ്യൻസിന് സെർവ് ചെയ്യാനായിട്ട് ഒരു നഴ്സ്. അതാണ് കേട്ടോ ആ ഒരു പ്രൊപ്പോർഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ് കേട്ടോ. അല്ലാണ്ട് പേഷ്യന്റ് ടു നഴ്സ് റേഷ്യോ അല്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണോ ചോദിച്ചിരിക്കുന്നത്, അതോ പേഷ്യന്റ് ടു നഴ്സ് റേഷ്യോ ആണോ എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. നമ്മളിവിടെ പറയുന്നത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ്. അതൊന്നില്ലെങ്കിൽ 1:1 ആവാം, അല്ലെങ്കിൽ 1:2 ആവാം. 1:1 എന്ന് വെച്ചാൽ 1 nurse is serving for the one patient. 1:2 എന്ന് പറഞ്ഞാല് 1 nurse is serving for the 2 patients എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതാണ് നഴ്സിംഗ് സ്റ്റാഫിന്റെ ഒരു കാര്യത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ വരുന്നതാണ് ഓക്സിലറി പേഴ്സണൽ. എന്താണ് ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ? ഓക്സിലറി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള ജീവനക്കാരെ ഇവിടെ ഉണ്ടാവും, ICUവിനകത്ത് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? മെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ തന്നെ നമ്മുടെ നഴ്സുമാരെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സിംഗ് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെയാണ് ഈ പറയുന്ന ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ ICU ടെക്നീഷ്യന്മാര്. ഓക്കെ, ICU ടെക്നീഷ്യന്മാർ. ICU ടെക്നീഷ്യന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ICUവിനകത്ത് ഒരുപാട് എക്യുപ്മെന്റ്സ് അല്ലെ, ലൈഫ് സപ്പോർട്ടിങ് ചെയ്യുന്ന ഒത്തിരി എക്യുപ്മെന്റ്സുകൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ICUവിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആരുണ്ടായിരിക്കും? ICU ടെക്നീഷ്യന്മാരുണ്ടായിരിക്കും. അവരെന്താണ്? ഓക്സിലറി പേഴ്സണൽസ് ആണ് അല്ലെ. ഇവരുടെ ഈ സേവനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകളാണ് അല്ലെ, അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. ഓക്കെ, പിന്നെന്താണ്? നഴ്സിംഗ് എയ്ഡ്സ് ഉണ്ടായിരിക്കും. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ, സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ എയ്ഡ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നഴ്സിന്റെ അസിസ്റ്റൻസ് ആണ് കേട്ടോ, നഴ്സുമാരെ സഹായിക്കുന്നത്.
എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വാർഡ് ബോയ്സ്, അതുപോലെ തന്നെ ഫീമെയിൽ അറ്റൻഡൻസ്, പിന്നെ എന്താണ് ആൻഡ് സ്വീപ്പേഴ്സ്. ആരാണ് വാർഡ് ബോയ്സ്? വാർഡ് ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ബെഡ്റൂം ഒക്കെ ക്ലീൻ ചെയ്യുക, ICU അവിടെയൊക്കെ ക്ലീൻ ചെയ്യുക, റൂം ക്ലീൻ ചെയ്യുക, അതുപോലെ പേഷ്യൻസിന്റെ ബെഡ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓക്സിലറി പേഴ്സണൽസ് ആണ് വാർഡ് ബോയ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ICU അവിടെ നിന്നും ഡെയിലി ക്ലീൻ ആയിരിക്കുമല്ലോ. അപ്പൊ അവിടുത്തെ ആ റൂമൊക്കെ ക്ലീൻ ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയാ പേഷ്യൻസിന്റെ ബെഡ് ഷിഫ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്താ പറയാ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആണ് വാർഡ് ബോയ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫീമെയിൽ അറ്റൻഡൻസ് ആണ്. ഫീമെയിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിനെ അവരെ പല ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനകത്ത് സഹായിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, തീവ്രപരിചരണത്തിലുള്ള രോഗികളാണ്, കിടപ്പ് രോഗികളൊക്കെ ആയിട്ട്. അപ്പൊ അവരെ അത്യാവശ്യം അവരെ എന്താ പറയാ കുളിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ ഗ്രൂം ചെയ്യാം, അവർക്ക് വേണ്ട ഓറൽ മെഡിസിൻസ് കൊടുക്കുക, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫീമെയിൽ അറ്റൻഡൻസ് പോലെയുള്ള സപ്പോർട്ടിങ് ജീവനക്കാർ അവിടെ ആവശ്യമാണ്. ഇപ്പൊ ചിലവർക്ക് സ്വയം ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയാവില്ല, അപ്പൊ അവർക്ക് ചിലപ്പോൾ ഫുഡ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് ഓറൽ മെഡിസിൻസ് കൊടുക്കുക, അവരെ ചിലപ്പോൾ ഒന്ന് എണീറ്റിരുത്തി അവരൊന്ന് തുടയ്ക്കുന്നതിലൊക്കെ തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഗ്രൂം ചെയ്യുക, അല്ലെ അവരുടെ മുടി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക, അങ്ങനെ അവരെ നീറ്റായിട്ട് വെക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന കുറച്ച് ഫീമെയിൽ അറ്റൻഡൻസും ഏതിനകത്ത് ഉണ്ടായിരിക്കും? ICUവിനകത്ത് ഉണ്ടായിരിക്കും. അവരെയൊക്കെയാണ് നമ്മൾ പിന്നെ പറയുന്ന സ്വീപ്പേഴ്സ്. അറിയാലോ, സ്വീപ്പേഴ്സ് അറിയാലോ, നമ്മുടെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ എന്തിന് വരുന്നതാണ്? ഓക്സിലറി പേഴ്സണിൽ വരുന്ന ആളുകളാണ് കേട്ടോ. അപ്പൊ ഇത്രയും ആളുകൾ അടങ്ങുന്നതാണ് എന്ത്? ICU സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ICU സ്റ്റാഫിങ്ങിനകത്ത് എന്താണ്? BSc നഴ്സ് അല്ലെ, BSc നഴ്സ് മറ്റു പല ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഉണ്ടാവും BSc നഴ്സിംഗ്, മോശമല്ല, BSc നഴ്സിംഗ് ആരും ഉണ്ടാവും കേട്ടോ അതിനകത്ത്. പക്ഷെ സ്പെഷ്യൽ നഴ്സ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഡിഗ്രി ചെയ്തിട്ടുള്ള നഴ്സുമാരൊക്കെ ICUവിനകത്ത് ആവശ്യമായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് ഒക്കെ വരില്ലേ, ഗ്യാസ്ട്രോ അല്ല മറ്റേ എന്താ പറയാ നമ്മുടെ ഈ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള രോഗികളിൽ, അങ്ങനെയുള്ളവരെയൊക്കെ പരിചരിക്കാനായിട്ട് ശരിക്കും ICUവിനകത്ത് സ്പെഷ്യൽ നഴ്സുമാരെയാണ് അവര് വെക്കുക. ഓക്കെ, BSc അല്ല, സ്പെഷ്യൽ നഴ്സുമാരാണ് മാസ്റ്റർ ഡിഗ്രി. കാരണം അവർക്ക് അതിനൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ്, ബവൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന രോഗികളില്ലേ, അവരൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഈ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന രോഗികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്പെഷ്യൽ നഴ്സുമാരെയാണ് അവിടെ അവിടെ എന്താ പറയാ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്റെ അടുത്ത് BSc നഴ്സുമാർ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള നഴ്സുമാരായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് സ്റ്റാഫിങ്ങിനകത്ത് പറഞ്ഞത് 4 വിഭാഗ ജീവനക്കാരാണ്. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും, ഓക്സിലറി പേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പം മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റൻസിവിസ്റ്റ്, അതുപോലെ റെസിഡന്റ് ഡോക്ടേഴ്സ്, അതിൽ സീനിയർ ജൂനിയർ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആണെങ്കിൽ രോഗികൾക്ക് ബ്രീത്തിങ് ഇഷ്യൂസുകളൊക്കെ എന്താണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആരുണ്ടായിരിക്കാം? നമ്മുടെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ICUവിനകത്ത് ഉണ്ടായിരിക്കാം. പിന്നെ നഴ്സിംഗ് സ്റ്റാഫിന് അറിയാലോ, അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള നഴ്സുമാരായിരിക്കും. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് നേഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 അല്ലെങ്കിൽ 1:2 ആയിരിക്കും കേട്ടോ. അങ്ങനെയായിരിക്കും. ഓക്സിലറി പേഴ്സണിനകത്ത് വരുന്നതാണ് ICU ടെക്നീഷ്യന്മാരും അതുപോലെ തന്നെ നഴ്സിംഗ് എയ്ഡ്സും. മനസ്സിലായല്ലോ? പിന്നെ ജനറൽ നഴ്സുമാർക്കും ഡ്യൂട്ടി ഉണ്ടല്ലോ. നമ്മൾ സാധാരണ എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പല പല ഗ്രേഡുകളിലാണെന്ന് മാത്രം അല്ലെ. ജനറൽ നഴ്സുമാരും BSc നഴ്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു MBBS പോലെ തന്നെ അവർക്ക് അത്ര തന്നെ പഠിക്കാനുണ്ട് ശരിക്കും. ഹെഡ് നഴ്സ് ഒക്കെ ഉണ്ട്, ഈ പറയുന്ന ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് BSc നഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും. ഡോക്ടർമാര് നിൽക്കില്ല എന്നല്ല പറയുന്നത്, അവർക്ക് തന്നെ ഒപ്പമുള്ള അതേ രീതിയിൽ തന്നെ പഠിക്കണം BSc നഴ്സിംഗ് പഠിക്കുന്നത്. ജനറൽ നഴ്സിംഗിന് അത്രയും വരില്ല, നല്ല ബുദ്ധിമുട്ടാണ് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ അതില് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള നഴ്സുമാരാണെങ്കിൽ ഇവരെ പഠിപ്പിക്കുകയും ചെയ്യാലോ, ട്യൂട്ടർ ആയിട്ടൊക്കെ പ്രവർത്തിക്കാം. ഓക്കെ, BSc നഴ്സിംഗുകാരുടെ ട്യൂട്ടർ ആയിട്ടൊക്കെ പ്രവർത്തിക്കാം. ജനറൽ നഴ്സുമാരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് കാണുന്നതൊക്കെ ജനറൽ നഴ്സുമാരായിരിക്കും കേട്ടോ. എല്ലാവരും ഉണ്ടായിരിക്കും അവിടെ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റാഫിങ്ങിനെ കുറിച്ച്. അത് ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? മനസ്സിലാവില്ലേ? ഒക്കെ വരണ്ട, ബോറടിക്കണ്ട. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറക്കൊന്നും വരുന്നില്ലേ?
BSc നഴ്സിംഗ് കുറച്ച് പാടാണ്, കുറച്ചല്ല നല്ല പാടാണ് കേട്ടോ. BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് നല്ലപോലെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് തന്നെ വേണം കിട്ടാനായിട്ട് കേട്ടോ. അത്രേ ഉള്ളൂ. ആണോ, കുഞ്ഞി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടാണോ ചോദിച്ചത്? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അത് നമുക്ക് ആണോ? ഓക്കെ, രജിസ്ട്രേഷനും കഴിഞ്ഞതാണ്. ശരി, അപ്പൊ നമുക്ക് ഇനി എന്താണ് അടുത്തത് നോക്കാം കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാര്യം നിങ്ങൾക്ക് ഷെറിന മിസ് ഇല്ലാത്ത കാരണം കൊണ്ട് ആ ടൈമും കൂടെ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ ബോറടിക്കും. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും പറയാം നമുക്ക് കേട്ടോ. ബോറടിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് രജിസ്ട്രാർ ഇൻ ICU കേട്ടോ. ഞാൻ പായസം കുടിച്ചതുകൊണ്ട് ഓർത്തിരുന്നു. എന്താണ് പായസം കുടിച്ച ശിശുദിനായിട്ട് കുടിച്ചതാണോ? ഓക്കെ, ഷെറിന മിസ്സിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഷെറിന മിസ്സിന് വേറെ അവരുടെ ക്ലാസ്സിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് ഇന്ന് അവറുകളിൽ ചെറിയൊരു ഇത് വന്നപ്പോ ഒരാളുടെ ലീവ് വന്നു. അപ്പൊ ആ ഒരു അവർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മിസ്സിന് കയറേണ്ടി വന്നു. അപ്പൊ അന്നേരം ഫ്രീ ആയിട്ടിരുന്ന ആള് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ന് കയറിയത്. ഓക്കെ, ശരി, മിസ്സിനോട് പറയാട്ടോ, അത് അന്വേഷിച്ചു എന്ന് പറയാം. ഓക്കെ, ശരി. അപ്പൊ അടുത്ത് നോക്കാം നമുക്ക്. രജിസ്ട്രാർ ഇൻ ICU. അല്ല, പായസം കുടിച്ച കാര്യം എന്താണ്? നിങ്ങൾ ശിശുദിനായിട്ട് പായസം ഉണ്ടാക്കിയോ? ആണോ? അംഗൻവാടിയില്. ഓക്കെ ഓക്കെ, അംഗൻവാടിയിൽ പോയപ്പോ കുട്ടികൾക്ക് ശിശുദിനാണല്ലോ അല്ലെ? എല്ലാ ക്ലാസ്സിലെ എല്ലാ ഉണ്ണികൾക്കും ശിശുദിന ആശംസകൾ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, അടുത്തതിലേക്ക് പോവാട്ടെ നമുക്ക്. രജിസ്ട്രാർ ഇൻ ICU. രജിസ്ട്രാർ ഇൻ ICU. ആരാണ് ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത്? ശരിക്കും നമ്മൾ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഴ്സൺ ഹു കീപ്സ് ദ റെക്കോർഡ്സ് കേട്ടോ. റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ICUവിന്റെ രജിസ്ട്രാർ ആരാണ്? ആരാണെന്ന് അറിയോ ICUവിന്റെ രജിസ്ട്രാർ? നമ്മൾ നേരത്തെ പറഞ്ഞ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, MBBS-ഉം MD ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 3 year ഓഫ് റെസിഡൻസിയിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാരില്ലേ, അവര് അങ്ങനെയുള്ളവരാണ് കേട്ടോ. സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിനെയാണ് നമ്മുടെ ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹമാണ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അദ്ദേഹം എന്താ ചെയ്യുന്നത്? അവിടുത്തെ റെക്കോർഡ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി. അതാണ് ശരിക്കും രജിസ്ട്രാർ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും ICUവിന്റെ രജിസ്ട്രാർ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പറയാം. വൺ സീനിയർ റെസിഡന്റ് ഹു ബിക്കംസ് ദ രജിസ്ട്രാർ. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് MD കേട്ടോ. MD കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല. MD കഴിഞ്ഞിട്ട് അവരൊരു 3 വർഷക്കാലം റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ല. അതാണ് പോസ്റ്റ് MD ആണ് കേട്ടോ. MD കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അവര്. He will always be on duty. അവരെപ്പോഴും എന്താണ്? ICUവിനകത്ത് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ മാത്രമല്ല he or she can be a consultant later after few years of attaining experience. അപ്പൊ ഈ പറയുന്ന റെസിഡൻസി പീരീഡ് കഴിഞ്ഞിട്ട് അവരെന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് അഥവാ ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവര് മാറുന്നു. ഓക്കെ, MDയും കഴിഞ്ഞ് ഒരു 3 വർഷക്കാലം അവര് ഒരു ട്രെയിനിങ് പീരീഡിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അവർ ആരായിട്ട് മാറി അതിന് ഒത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും അല്ലെ. അതിനുശേഷമാണ് അവരൊരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. ആണ് അവിടെ പറയുന്നത് കേട്ടോ. He or she can be a consultant later after few years of attaining experience. ആ 3 വർഷക്കാലം സാധാരണ ഒരു 3 വർഷക്കാലമാണ് കേട്ടോ. റെസിഡൻസി പീരീഡിൽ ഇരിക്കുക ഒരു 3 വർഷക്കാലമാണ്. അതിനുശേഷം അവർ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവർക്കൊരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർമാരാണ് ഇവിടെ ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഒരു ചോദ്യമായിട്ട് മുൻവർഷത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ICU രജിസ്ട്രാർ ആരാണെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണോ, അത് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണോ, ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റാഫ് ആണോ, മറ്റനുബന്ധ ജീവനക്കാരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ഉത്തരം? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും കേട്ടോ. ഓക്കെ, നോക്കൂ, അവരുടെ ഡ്യൂട്ടി ടൈമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ്. ബ്രാക്കറ്റിൽ എന്താണ്? 12 hours ഡ്യൂട്ടി. അവർക്ക് 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഭയങ്കര ഹെവി വർക്ക് ആയിരിക്കും കേട്ടോ. മറ്റുള്ള കൺസൾട്ടന്റ് ഡോക്ടേഴ്സിന്റെ ഒരു മിനിറ്റ്
എന്റെ കണ്ണിലെ എന്തോ പോയി, അതാണ് കേട്ടോ. പെട്ടെന്ന് എന്റെ കണ്ണിൽ എന്തോ പോയി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഓഫാക്കിയത്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിനകത്ത് പറഞ്ഞത് ഓക്കെ രജിസ്ട്രാർ ഇൻ ICU അല്ലേ. അപ്പൊ നമ്മൾ അതിനകത്ത് ഷിഫ്റ്റ് ആണ് കേട്ടോ, ഡ്യൂട്ടി ടൈം ആണ് നമ്മള് പറഞ്ഞത്. ഓക്കെ ആണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ നോക്കുക കേട്ടോ, ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടി ആണ് കേട്ടോ. അതായത് 12 മണിക്കൂർ ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, നമ്മളുടെ ഡോക്ടേഴ്സിന്. ഈ പറയുന്ന സീനിയർ ആൻഡ് റെഡി ആയി, കുഴപ്പമില്ല. എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് എന്തോ കണ്ണിന് പോയോ പോലെ തോന്നി. ഒരു മിനിറ്റ്, ഞാനൊന്ന് കണ്ണ് കഴുകിയിട്ട് വരാം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അതിനകത്ത് എന്താ പറഞ്ഞത്, ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് എന്ന് പറഞ്ഞത് 12 hours. ഓക്കെ, കുഴപ്പമില്ല. ചെറിയൊരു ഇതുപോലെ എന്തോ ഒരു നീറ്റല് പോലെ, എന്താന്ന് അറിയില്ല. ഓക്കെ ആയി, കുഴപ്പമില്ല. കണ്ണ് കഴുകിയിട്ടുണ്ട്, പ്രശ്നമില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടിയാണ് കേട്ടോ. അതായത് സീനിയർ ജൂനിയർ ഡോക്ടർമാർക്ക് 12 മണിക്കൂറാണ് ഇത് വരുന്നത്, അവരുടെ ഡ്യൂട്ടി ടൈം വരുന്നത്. അപ്പൊ സാധാരണ കൺസൾട്ടൻസിന്റെ പോലെയല്ല, അവർക്ക് എന്താണ് കൂടുതൽ സമയം ഡ്യൂട്ടി വരുന്നത് കേട്ടോ. അപ്പൊ അത് രണ്ടും പ്രത്യേകം നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്, the senior resident has the right to start and perform emergency treatment which may be inevitable without permission. Later consultants must be informed. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് എന്തിനുള്ള അവകാശമുണ്ട്, ഈ പറയുന്ന പെർമിഷൻ കൂടാതെ, അതായത് കൺസൾട്ടന്റിന്റെ അനുവാദം കൂടാതെ ചില ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്, ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് ഉണ്ട്. മനസ്സിലായോ പറഞ്ഞത്? സാധാരണ നമ്മൾ എപ്പോഴും ഒരു കൺസൾട്ടന്റ് ഡോക്ടർ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ സൂപ്പർവിഷനിലായിരിക്കും ആര് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം, ഈ പറയുന്ന റെസിഡന്റ് ഡോക്ടേഴ്സ് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെന്താണ്, ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന്
എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ളൊരു റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏത് സമയത്താണ്? നമ്മൾ ഈ പറയുന്ന കൺസൾട്ടന്റിന്റെ അസാന്നിധ്യത്തിൽ, കൺസൾട്ടന്റ് ഇല്ല, പെട്ടെന്ന് ഒരു എമർജൻസി കേസ് വരികയാണ്, അപ്പൊ നമുക്ക് കൺസൾട്ടന്റിനെ വിളിച്ച് ചോദിച്ച് എന്താ പറയാ അതിനുള്ളൊരു അഡ്വൈസ് എടുക്കാനുള്ള ഒരു ടൈം ഒന്നും ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അതായത് പ്രത്യേകം പറയുന്നുണ്ട്, ഇൻഎവിറ്റബിൾ സിറ്റുവേഷനിലാണ് കേട്ടോ, ഒഴിച്ചുകൂടാനാവാത്ത സിറ്റുവേഷനിൽ കൺസൾട്ടന്റിന്റെ അസാന്നിധ്യത്തില് എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു റൈറ്റ്, അതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടറിന് ഉണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. പിന്നീട് എന്താണ്? ലേറ്റർ കൺസൾട്ടൻസ് മസ്റ്റ് ബി ഇൻഫോംഡ്. അതിനുശേഷം ഇനി ആരെ അറിയിച്ചാൽ മതി? കൺസൾട്ടൻസിനെ അറിയിച്ചാൽ മതി. അപ്പൊ എപ്പോഴും ഇവര് റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അവരൊരു കൺസൾട്ടന്റിന്റെ സൂപ്പർവിഷനിലായിരിക്കും എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇൻ കേസ് കൺസൾട്ടന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടർക്കുണ്ട്. അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം എന്താണെന്ന് പറയുന്നത് ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ICU രജിസ്ട്രാർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും. അദ്ദേഹം നമ്മൾ പറഞ്ഞു MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് ഒരു 3 years ഓഫ് റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടർമാരാണ്. ആ ഒരു സാധാരണ ഒരു 3 വർഷക്കാലമാണ് അവർ റെസിഡൻസി പീരീഡിൽ ഇരിക്കുക. അതിനുശേഷമാണ് അവർ എന്തായിട്ട് മാറുന്നത്? ഒരു ഇൻഡിപെൻഡന്റ് ഡോക്ടർ അഥവാ കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. മനസ്സിലായല്ലോ? പിന്നെ അവരുടെ ഡ്യൂട്ടി ടൈം ആണ് നമ്മൾ കണ്ടത്. ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞത് എത്രയാണ്? 12 hour ഡ്യൂട്ടിയാണ്. ഷിഫ്റ്റ് ഉണ്ടാവും. 12 മണിക്കൂർ വർക്ക് ചെയ്ത് പിന്നെ അടുത്ത ആള് കയറുന്നു. അങ്ങനെ 12 hour ഡ്യൂട്ടിയാണ് ആർക്കുണ്ടായിരിക്കാം? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? ഏതെങ്കിലും എന്താ പറയാ എമർജൻസി ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് ഒരു കൺസൾട്ടന്റിന്റെ അസാന്നിധ്യത്തില് ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭങ്ങളിൽ എമർജൻസി ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കാനുള്ള ഒരു റൈറ്റ്, അതിനുള്ളൊരു അവകാശം ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടർക്ക്. അതിനുശേഷം പിന്നെ അവർ ആരെ അറിയിച്ചാൽ മതി? കൺസൾട്ടന്റിനെ അറിയിച്ചാൽ മതി. ഇപ്പോഴും പക്ഷെ കൺസൾട്ടന്റിന്റെ സൂപ്പർവിഷനിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ ചില കേസൊക്കെ വരുമ്പോ എന്താ പറയാ അങ്ങനെ നമുക്ക് സാഹചര്യം വന്നോന്ന് വരില്ല. അത്തരം സിറ്റുവേഷനിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ആർക്ക് സാധിക്കും? സീനിയർ റെസിഡന്റ് ഡോക്ടർമാർക്ക് സാധിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണിത് ജൂനിയർ റെസിഡന്റ് ഇൻ ICU കേട്ടോ. ICUയിലുള്ള ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ്, അവരുടെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കാം. 1 doctor in training. ഓക്കെ, 1 doctor in training ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നാണ്. ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ സീനിയർ ഡോക്ടറിൽ എന്താ പറഞ്ഞത്? പോസ്റ്റ് MD എന്നാണ് പറഞ്ഞത് അല്ലെ. MD കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാരെയാണ് നമ്മൾ സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുന്നത്. ഇനി ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡ്യൂറിംഗ് ദ പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് നിലവിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്. അതായത് MD നിലവിൽ ചെയ്യുന്ന ഡോക്ടർമാര്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കാം. 1 doctor in training ബ്രാക്കറ്റില് ഡ്യൂറിംഗ് ദി പോസ്റ്റ് ഗ്രാജുവേഷൻ will be on duty in unit day and night. അതെന്ന് പറയുമ്പോൾ 24 hour എവിടെ ഉണ്ടായിരിക്കും? ICUവിനകത്ത് ഉണ്ടായിരിക്കും. അവർക്ക് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ഉണ്ടായിരിക്കും. ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ നിലവിൽ അവര് MD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെയാണ് ജൂനിയർ എന്ന് പറയുന്നത്, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ. അവർക്ക് ഫുൾ ഡേ, അതായത് 24 hour എവിടെ ഡ്യൂട്ടി ഉണ്ടായിരിക്കും? ICUവിനകത്ത് ഡ്യൂട്ടി ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെന്താണ്? The duty would include keeping the patient's records while in ICU and preparing summaries. ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ICUയിൽ ആയിരിക്കുന്ന എല്ലാ പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം കീപ്പ് ചെയ്യുക അല്ലെ. ഓരോ പേഷ്യന്റിനും ഉണ്ടാവും എത്ര പേഷ്യൻസ് ഉണ്ട്, അവരുടെ ഓരോരുത്തരുടെയും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, അവർക്ക് അതിനകത്ത് ഇംപ്രൂവ്മെന്റ്സ് എന്തെങ്കിലും മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിച്ചിരിക്കണം? റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ICUയിലുള്ള പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് സമ്മറീസ്, അവരുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമ്മറികളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായല്ലോ? അപ്പൊ സീനിയർ ഡോക്ടർ ആരാണെന്നും സീനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണെന്നും ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സീനിയർ അവർക്കാണെങ്കിൽ 12 hour ഡ്യൂട്ടി ടൈം ആണെങ്കിൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് 24 hour ഡേ ആൻഡ് നൈറ്റും ഇവിടെ സേവനം അനുഷ്ഠിക്കണം ICUവിനകത്ത് ഉണ്ടായിരിക്കണം.
ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല് ആ ICUലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളെല്ലാം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ അവരുടെ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമ്മറിയിട്ട് എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ പേഷ്യന്റ് അവരെ ഓപ്പൺ ഇട്ട് നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണ് കേട്ടോ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണ് കേട്ടോ, ഓപ്പൺ യൂണിറ്റ് ICU അല്ല. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ മുഴുവൻ എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണ് കേട്ടോ. ഓക്കെ, ശരി. ഉറക്കം വരുന്നു. അത് ശരി. ഒന്ന് മുഖം കഴുകിയിട്ട് വാ. ഉറക്കം വരുന്ന ആള്, ഉറക്കം വരുന്ന ആളൊന്ന് മുഖം കഴുകിയിട്ട് വന്നിരിക്കും കേട്ടോ. പിന്നെ അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? നെക്സ്റ്റിലോട്ട് പോവാം കേട്ടോ. അടുത്ത എന്താണ്? ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. നമ്മൾ പഠിക്കുന്നത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് കേട്ടോ. അതായത് ICUവിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള ക്രൈറ്റീരിയ എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു രോഗിയെ ICUവിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? അതിനെ കുറിച്ചാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് വായിക്കാം. To optimize ICU resources and enhance the outcomes, ICU admissions should be guided on the basis of a combination of factors. അതായത് നമുക്ക് ഈ പറയുന്ന ICU റിസോഴ്സസ് ഒക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ICU റിസോഴ്സുകളൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനും അത് മാത്രമല്ല എൻഹാൻസ് ദ ഔട്ട്കംസ്, അല്ലെ? ICUവിന്റെ ആ ഒരു എന്താ പറയുക പ്രവർത്തനങ്ങളെല്ലാം നല്ലൊരു ഔട്ട്കംസ്, അല്ലെ, നല്ലൊരു പോസിറ്റീവ് ആക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ICU അഡ്മിഷൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പല ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പല ഫാക്ടേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു രോഗിയെ ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ പോയിന്റ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോയിന്റ്സുകളെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നിങ്ങള് ഞാൻ ഈ പറഞ്ഞ ജൂനിയർ റെസിഡന്റ് വരെയുള്ളത് ഒന്ന് ജസ്റ്റ് വായിച്ച് നിങ്ങൾ 5 മിനിറ്റ് വായിച്ച് 5 മിനിറ്റ് വായിക്കേ. വായിച്ചിട്ട് ക്ലിയർ ആവുന്നുണ്ടോ നോക്ക് കേട്ടോ. ജൂനിയർ റെസിഡന്റിന് ICU വരെ നമ്മൾ പറഞ്ഞില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ നിങ്ങള്. ഓക്കെ ആണോ ഒന്ന്? എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതും കൂടെ ഇന്ന് പറയാം കേട്ടോ. റെസ്പിറേറ്ററി. അപ്പോൾ റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാല് ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. റെസ്പിറേഷൻ ശ്വസനമാണ് കേട്ടോ. ശ്വസനത്തിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ കാര്യമാണോ പറഞ്ഞത്? ICU സ്റ്റാഫിനടുത്ത് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടെങ്കിൽ, ശ്വസന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എവിടെ ഉണ്ടായിരിക്കും? ICUവിനടുത്ത് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ട്രയാക് ഡിസിഷൻ എന്ന് പറഞ്ഞാല്, ട്രയാക് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രോഗികളെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് പ്രയോറിറ്റി കൊടുക്കും. അതായത് അവരുടെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മുൻഗണന കൊടുക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്രയാക് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 5-6 പേഷ്യൻസ് വന്നു. ഓക്കെ, 5 പേഷ്യൻസ് വന്നാൽ 5 പേരെ നമുക്ക് ഒരുപക്ഷെ ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നല്ല, അതിനകത്ത് ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള രോഗി ഏതാണോ അവരെയാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ ഓരോ രോഗിയുടെയും ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് അതിന് സോർട്ട് ചെയ്യുക ഓരോരുത്തരും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇവിടെ ട്രയാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രയാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. TICU കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ലേ TICU? TICU എന്ന് വെച്ചാല് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ.
ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുതരമായിട്ടുള്ള പരിക്ക് കുറിച്ചുള്ളത് കേട്ടോ. ഗുരുതരമായിട്ടുള്ള പരിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലഡ് ലോസ് ഒക്കെ നടന്നിട്ടുള്ള മുറിവുകൾ സമയത്ത് ഹെഡ് ഇഞ്ചുറി ഒക്കെ വരില്ലേ, ആ സമയത്തൊക്കെ ഒരുപാട് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ലോസ് ആണ്, ഭയങ്കര വലിയ ആഘാതമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ട്രോമ കേസുകളൊക്കെ എന്താ പരിചരിക്കുന്ന ഒരു ICUവിനെയാണ് നമ്മൾ ട്രോമ ICU എന്ന് പറയുന്നത് കേട്ടോ. ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും ഒക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. ഓപ്പൺ യൂണിറ്റിനകത്ത് ഫിസിഷ്യൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ക്ലോസ്ഡ് യൂണിറ്റിലാണെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. മനസ്സിലായല്ലോ? അതാണ് അവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതെ അതെ, ഈ അവർ ഞാൻ തന്നെയാണ് കേട്ടോ, ഞാൻ തന്നെയാണ് ഈ അവരുടെ. അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേഷ്യന്റിനെ ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തത്, എന്തൊക്കെ ഫാക്ടേഴ്സ് എന്നാണ്? ഒന്നാമത്തെ പോയിന്റ് കേട്ടോ, ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ട്രയാഡ് ഡിസിഷൻ എന്ന് പറഞ്ഞില്ലേ നമ്മള്, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. അതായത് ഈ പറയുന്ന രോഗികളുടെ ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ മുൻഗണന കൊടുക്കാനായിട്ട്. അങ്ങനെ മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ ഒരു പേഷ്യന്റിനെ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. മനസ്സിലായപ്പോ ഓരോ രോഗികളുടെയും ആ രോഗാവസ്ഥ മനസ്സിലാക്കി ഏറ്റവും ഗുരുതരമായിട്ടുള്ള അസുഖം അസുഖമുള്ളത് ആരാണ്, അവർക്കാണ് ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ടത് അല്ലെ. അങ്ങനെയുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട്. അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. ഓക്കെ, രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ് പറയുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. അതായത് ചില സ്പെസിഫിക് ആയിട്ടുള്ള രോഗികളുടെ ആവശ്യകതകൾ. സ്പെസിഫിക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പി ഒക്കെ ആവശ്യമാണ്. അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഈ പറയുന്ന പോലെ ചില ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസിന്റെ ആവശ്യം വരും അല്ലെ. അങ്ങനെയുള്ള ചില രോഗികൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള രോഗികളുടെ ആവശ്യകത അനുസരിച്ച് കൊണ്ട് വേണം നമ്മളെ ഇങ്ങോട്ടേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട്, ICUവിനകത്ത് അഡ്മിറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അതായത് ഓരോ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ, ലൈഫ് നിലനിർത്തണമെങ്കിൽ പല ഈ പറയുന്ന സപ്പോർട്ടീവ് തെറാപ്പീസ് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആവശ്യം വരും. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മള് മുൻഗണന കൊടുത്തുകൊണ്ട് അവരെ എവിടേക്ക് പ്രവേശിപ്പിക്കണം? നമ്മള് ICUവിനകത്തേക്ക് പ്രവേശിപ്പിക്കും. മനസ്സിലായോ? വെന്റിലേറ്റർ അല്ല കേട്ടോ, അത് വേറെയാണ് കേട്ടോ. വെന്റിലേറ്റർ വേറെയാണ്, ICU വേറെ കേട്ടോ. ICU വേറെ, വെന്റിലേറ്റർ വേറെ കേട്ടോ. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ആണ് ഡയഗ്നോസിസ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? രോഗനിർണയമാണ് കേട്ടോ. നമുക്കറിയാം ചില രോഗങ്ങളുടെ രോഗനിർണയം എന്തിനേക്ക് കാരണമാവാറുണ്ട്? ICU അഡ്മിഷന് കാരണമാവാറുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, ICUവിന്റെ അഡ്മിഷന് ICUവിന്റെ കെയർ ചെയ്യുന്ന ചില കണ്ടീഷൻസുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുള്ള ആളുകള്, അതുപോലെ തന്നെ മേജർ ട്രോമ വന്നിട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് സിവിയർ ബേൺസ് വന്നിട്ടുള്ള ആളുകള്, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ എവിടെ കെയർ ചെയ്യുന്നുണ്ട്? ഇന്റൻസീവ് കെയർ ICU കെയറിലാണ് നമ്മൾ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ ചില രോഗങ്ങളുടെ രോഗനിർണയവും എന്തിന് കാരണമാകാറുണ്ട്? ICU അഡ്മിഷന് കാരണമാകാറുണ്ട്. കാര്യം അവരെ നോർമൽ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അവരെ എന്ത് തന്നെ ചെയ്യണം? ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യണം. അപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ നമ്മളൊരു വാർഡിലോ മറ്റുള്ള ഇതിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. കാര്യം അവരെ ലൈഫ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെവിടെ പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും? ICUവിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവും? അപ്പൊ അത് ICU അഡ്മിഷൻ ഒരു ക്രൈറ്റീരിയ ആണ്. എന്തെന്ന് പറയുന്നത്? ഡയഗ്നോസിസ് കേട്ടോ, രോഗനിർണയം. ക്ലിയർ ആണല്ലോ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാം കേട്ടോ, അവസാനം ഒന്നുകൂടെ പറയാം. പിന്നെ അടുത്തത് ശ്രദ്ധിക്കാം. നാലാമത്തെ പോയിന്റ് പറയുന്നത് പ്രോഗ്നോസിസ് ആണ് കേട്ടോ. എന്താണ് പ്രോഗ്നോസിസ്? എന്താണ് പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രവചനമാണ് കേട്ടോ. പ്രവചനം, അതിനെയാണ് നമ്മൾ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളൊരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാണ്. ട്രീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പ്രഡിക്ഷൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും.
അതായത് അവരുടെ രോഗം അവർ ICUലേക്ക് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവർ കുറേയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഹെൽത്ത് കണ്ടീഷൻ കുറേയും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വല്ല പ്രഡിക്ഷൻസ് വരെയാണ് പ്രോഗ്നോസിസ്. ആ ഒരു പ്രോഗ്നോസിസിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിനെ ICUലേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്ടർക്ക് തോന്നുകയാണ് ആ ഒരു രോഗിക്ക് അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല കൊടുക്കുന്നത്, കുറേയും കൂടെ നല്ല ട്രീറ്റ്മെന്റ്, ഇന്റൻസീവ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് കെയർ കൊടുക്കുകയാണെങ്കിൽ അയാൾ കുറേയും കൂടെ ഫാർ ബെറ്റർ ആവും. അങ്ങനെ ഒരു പ്രഡിക്ഷൻ, അങ്ങനെ ഒരു പ്രോഗ്നോസിസ് അല്ലെ, അതിന്റെ ബേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ICUലേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് പ്രോഗ്നോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് എന്ത്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. അതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. ചില ഇടപെടലുകളിൽ നിന്നും സാധ്യതയുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞാല് പ്രോഗ്നോസിസ് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗിയുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ലൈഫ് സപ്പോർട്ടിങ് എക്യുപ്മെന്റ്സിന്റെ ഒരു ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ അവരെ കുറേയും കൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രോഗിയെ നമുക്ക് ICUലേക്ക് അഡ്മിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. ചില ഇന്റർവെൻഷൻ ഇപ്പൊ അവരെ നല്ല രീതിയിൽ ഇന്റൻസീവ് കെയർ കൊടുത്ത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്നൊരു പോസിറ്റീവ് ബെനിഫിറ്റ് ഉണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്, ഒരു നല്ല പോസിറ്റീവ് ഔട്ട്കം ആണ് അതിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ, അങ്ങനെ ലഭിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസിനെ എവിടേക്ക് അഡ്മിറ്റ് ചെയ്യാം, ICUവിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? പിന്നെ വരുന്നത് എന്താണ്, ബെഡ് അവൈലബിലിറ്റി. ബെഡ് അവൈലബിലിറ്റി അല്ലെ, കിടക്കയുടെ ലഭ്യത, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഒരു ICU എന്ന് പറഞ്ഞാൽ ICUവിനകത്ത് വെരി ഫ്യൂ ബെഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ICUവിനകത്ത് ഉണ്ടാവുള്ളൂ. ആ ഒരു ബെഡ് അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ എവിടെ പ്രവേശിപ്പിക്കാനായിട്ട്, ICUവിനകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട്. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്, ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആയിട്ട് ബന്ധപ്പെട്ട്. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, പ്രയോറിറ്റൈസേഷൻ ഓഫ് ദ പേഷ്യൻസ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, വിത്ത് ദ സിവിയറിറ്റി ഓഫ് ഇൽനെസ് അല്ലെ, അതായത് ഓരോ രോഗിയുടെയും ഗുരുതരാവസ്ഥയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ അവരെ ICUവിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്, സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് എസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. ചില സ്പെസിഫിക് നീഡ്സ് ഉള്ള, ചില സ്പെസിഫിക് ആവശ്യകതകളുള്ള രോഗികൾ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ ചില രോഗികൾക്ക് അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പി ആവശ്യമായിട്ട് വരും. ഇന്റൻസീവ് കെയർ പോലെയുള്ള എന്താണ് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പികൾ ആവശ്യമുള്ള ചില രോഗികൾ ഉണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ സ്പെസിഫിക് പേഷ്യൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ആവശ്യമുള്ള രോഗികൾ അവരെങ്ങനെ തന്നെ നമ്മൾ പരിചരിക്കണം, ICUവിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് പരിചരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഡയഗ്നോസിസ് ആണ്. അതായത് ചില രോഗങ്ങളുടെ രോഗനിർണയം ഇതിലേക്ക് നയിക്കാറുണ്ട്, ICU അഡ്മിഷന് കാരണമാവാറുണ്ട്. അപ്പൊ ഗുരുതരമായിട്ടുള്ള ഒരു രോഗമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ടി വരും, ICUവിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. പിന്നെ വരുന്നതാണ് പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്താ നമ്മൾ പറഞ്ഞത്, പ്രവചനമാണ്, അതായത് പ്രഡിക്ഷൻ. അപ്പൊ നമുക്ക് തോന്നാണ്, നമുക്കെന്ന് വെച്ചാൽ ഡോക്ടർക്ക് തോന്നാണ് ഈ ഒരു വ്യക്തിനെ കുറെ കൂടി ഇന്റൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ഹെൽത്ത് കുറച്ചും കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, കുറെ കൂടെ അയാളെ ബെറ്റർ ആക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഗ്നോസിസ്, അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അത്തരം രോഗികളെ നമുക്ക് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ICUവിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. അതായത് ഈ പ്രോഗ്നോസിസ് പോലെ തന്നെയാണ് നമ്മൾ ചില ഇടപെടലുകൾ നടത്തുമ്പോൾ അതിൽ നിന്ന് ആ പേഷ്യന്റ് നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, കുറെ കൂടെ ബെറ്റർ ഇത് അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് ICU, കാരണം ICU എന്ന് പറയുമ്പോൾ ഇന്റൻസീവ് കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. ഒരു സാധാരണ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല, കുറെ കൂടെ തീവ്രമായിട്ടുള്ള പരിചരണമാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറെ കൂടെ അവർക്ക് ബെറ്റർ ആവാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്കം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്യും. പിന്നെ പറയുന്നത് ബെഡ് അവൈലബിലിറ്റി ആണ് കേട്ടോ, കിടക്കയുടെ ലഭ്യത. അതിനനുസരിച്ചും വേണം നമ്മൾ അഡ്മിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ബെഡുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഒരുപാട് രോഗികൾ കൊണ്ടുവന്നാൽ അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബെഡ് അവൈലബിലിറ്റി എവിടെ ഉണ്ടായിരിക്കില്ല, ICUവിനകത്ത് ഉണ്ടായിരിക്കില്ല. അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം അഡ്മിഷൻ നമ്മൾ നടത്താനായിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും പോയിന്റുകളാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയയിലേക്ക് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? എന്തെങ്കിലും ഭാഗം മനസ്സിലാവാത്തുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത്, നമുക്ക് ബോറടിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് അല്ലെ, കുറെ നേരം ഇരിക്കുമ്പോ ബോറടിക്കുന്നുണ്ട് അല്ലെ?
എന്ത് പറ്റി രഞ്ജിത? മിസ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, ശരി. മോളെ, മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഡയഗ്നോസിസ് ആണ് കേട്ടോ. രോഗനിർണയമാണ് ഉദ്ദേശിക്കുന്നത്. ചില രോഗങ്ങളുടെ ഓക്കെ രഞ്ജിത, അംഗനവാടി വിടാൻ സമയമായില്ലേ? ഓക്കെ ശരി. അപ്പൊ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി ബാക്കിയുള്ളത്. ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ രോഗനിർണയമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചില രോഗങ്ങൾ ഗുരുതരമാണെന്ന് നിർണയിക്കപ്പെട്ടാല് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ICU കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പ്രത്യേകിച്ച് ഇപ്പൊ സ്ട്രോക്ക് ഒക്കെ വരികയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ICU-നകത്ത് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഇപ്പൊ ഞാന് എന്റെ അമ്മയ്ക്ക് ഇതുപോലെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. മൈനർ സ്ട്രോക്ക് ആണ് വന്നത്. അപ്പം പെട്ടെന്ന് ആള് നമ്മള് എന്താ പറയാ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ ഇരുന്ന ആളാണ്. പിന്നെ ഒരുറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്തുണ്ടായി? കിടക്കിന് വീണു, കട്ടിലുമെന്ന് വീണ് കഴിഞ്ഞപ്പോ എന്തോ പറ്റിയെന്ന് വിചാരിച്ചപ്പോ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്കാരിക്കൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നാവ് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകുന്നത്. എനിക്കറിയില്ലായിരുന്നു സ്ട്രോക്ക് ആണെന്ന്, അവനൊന്നും എനിക്കറിയില്ലായിരുന്നു. നാവ് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകുന്നു. നാവ് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് തന്നെ റിലേറ്റീവ്സിനെ ഒക്കെ വിളിച്ച് അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ തന്നെ അവർ പെട്ടെന്ന് തന്നെ ICU-ൽ കയറ്റണമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം, എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലായില്ല. എന്താന്ന് മനസ്സിലായില്ല. ഡോക്ടറാണ് പറഞ്ഞത് സ്ട്രോക്ക് ആണ് വന്നത്, മൈനർ സ്ട്രോക്ക് ആയിരുന്നു വന്നത്. അപ്പൊ പെട്ടെന്ന് കൊണ്ടുപോയത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ അവർ കൊടുത്തു. ഒരു 3 hours-നുള്ളിൽ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തപ്പോ തന്നെ പാരലൈസ് ചെയ്ത് പോയില്ല, തളർന്നൊന്നും പോയില്ല. വൈകിയിരുന്നെങ്കിൽ ഇങ്ങനെ തളർന്നു പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ആ സമയത്ത് ICU-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീടാണ് പറഞ്ഞത് സ്ട്രോക്ക് ആണ് വന്നത്. ഇത്തരത്തിലുള്ള ചില അസുഖങ്ങൾ വരില്ലേ രോഗനിർണയം നടക്കുമ്പോൾ, അതിന്റെ ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ICU-നകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരിക, കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇമീഡിയറ്റ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ICU-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് പറഞ്ഞത് കേട്ടോ. ഡയഗ്നോസിസ് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്, അതായത് ICU-നകത്ത് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒത്തിരി സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്താണ്? കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ICU. എന്താണ് പറയുന്നത്? കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ ദ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ICU. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മൾ ICU-ല് പേഷ്യൻസിന് ഒരു നല്ല ട്രീറ്റ്മെന്റ്, ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്? നമുക്കറിയാം, ചിലപ്പോൾ ഒരു മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു രോഗിനെ ആയിരിക്കും നമ്മൾ ICU-ൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ പാരന്റ് യൂണിറ്റ് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർജറി ആണ് അല്ലെ. അപ്പൊ അവർക്ക് എവിടെയാണോ അവര് സർജറി ചെയ്തിട്ടുള്ളത് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം അവിടെയാണ് ഈ രോഗിയുടെ സർജറിയും കാര്യങ്ങളും ഒക്കെ നടന്നത്. അപ്പൊ രോഗിയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ടും റിസോഴ്സസും ഒക്കെ ICU-ലേക്ക് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. മനസ്സിലായല്ലോ? അതാണ് പറയുന്നത് ICU-ലെ പേഷ്യന്റിന് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. സർജറി ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് ഒരു മേജർ സർജറി, ഒരു കാർഡിയാക് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. അയാളെ നമ്മൾ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ICU-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ഒരു പേഷ്യന്റിന്റെ പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയാക് യൂണിറ്റ് ആണ് അല്ലെ, കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാര്യം അവിടെയാണ് അയാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്ത ഡോക്ടർമാരും അയാളുടെ രോഗവിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നത് ആ ഒരു കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിനാണ്. കാര്യം അവിടെയാണ് സർജറി കഴിഞ്ഞിട്ട് അയാളെ ICU-നകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ പേഷ്യന്റ് ICU-ലുള്ള ഓരോ പേഷ്യന്റിനും നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് എപ്പോഴും അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെന്താണ് രണ്ടാമത്തെ പോയിന്റ്? റൂട്ടീൻ ICU rounds shall be held in morning at 9 to 11 AM under the whom patient is admitted. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. റൂട്ടീൻ ICU rounds shall be held in the morning at 9 to 11 AM. അതായത് സാധാരണ ഒരു ദൈനംദിന ICU rounds ഏത് സമയത്താണ് നടക്കുന്നത്?
മോർണിംഗ് ഒരു 9 to 11 AM ആണ് കേട്ടോ. രാവിലെ ഒരു 9 തൊട്ട് 11 മണി വരെയുള്ള സമയത്താണ് സാധാരണ ICU റൗണ്ടുകളൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ടൈം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാര്യം the main decision regarding the treatments is taken in these rounds. കാര്യം രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നത് ഈ പറയുന്ന ICU റൗണ്ട്സിന്റെ സമയത്താണ് കേട്ടോ. കാര്യം നമ്മൾ ICU റൗണ്ട്സ് സാധാരണ മോർണിംഗ് ഒരു 9 to 11 AM ടൈമിലാണ് നടക്കുന്നത്. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രധാന തീരുമാനങ്ങളും എടുക്കുന്നത് ആ ഒരു സമയത്തായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ് പറയുന്നത്? The treatment initiated to patients is written by the senior resident posted in ICU. Extensive care is given to patient. അതായത് നമ്മുടെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ് എഴുതുന്നത്? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ. ഈ പേഷ്യൻസിന് ഓരോ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് എഴുതുന്നത് ആരാണ്? അവിടുത്തെ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. മാത്രമല്ല എക്സ്റ്റെൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യന്റ്. അവരെന്താണ്? പേഷ്യന്റിന് വളരെ വിപുലമായിട്ടുള്ള, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പരിചരണമാണ് ആർക്ക് കൊടുക്കുന്നത്? പേഷ്യന്റിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ എന്താണ്? കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് ICU രംഗത്ത് പേഷ്യന്റിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ICU റൗണ്ട്സ് സാധാരണ നടത്തുന്നത് മോർണിംഗ് ഒരു 9 to 11 AM അടുത്ത സമയത്താണ്. ആ ഒരു ടൈമിലാണ് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ ആ ഒരു റൗണ്ട്സിന്റെ സമയത്താണ് എടുക്കുന്നത്. പിന്നെ ഈ പറയുന്ന പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അത് എഴുതുന്നത് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു പരിചരണമാണ് ആർക്ക് കൊടുക്കുന്നത്? പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ കുറച്ച് ജനറൽ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നമുക്ക് അടുത്തൊരു ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം കേട്ടോ. അടുത്തൊരു ഭാഗം കൂടെ നമുക്ക് പറയാം. എന്താണത്? ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് കേട്ടോ. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് എന്താണ്? ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിനകത്ത് പറയുന്നത് നോക്കിക്കേ. ദ പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ്. നമ്മൾ ICUലുള്ള പേഷ്യൻസ് ഏകദേശം സ്റ്റഡി ആയി, ഏകദേശം ഒരു സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവർ ICUവിൽ നിന്നും എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യാം അല്ലെ. ICU കാരണം നമുക്കറിയാം ഗുരുതരാവസ്ഥയിലാകുമ്പോഴാണ് നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ആ ഒരു പേഷ്യന്റ് ഏകദേശം സ്റ്റേബിൾ കണ്ടീഷനിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവരെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും മിനിറ്റ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ദ പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദ പേഷ്യൻസ് ഇൻ ഹൂം ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഈസ് ലെസ്സൻഡ് ബട്ട് നീഡ്സ് ക്ലോസ് ഒബ്സർവേഷൻ ക്യാൻ ഐദർ ബി ഡിസ്ചാർജ്ഡ് ടു വാർഡ്സ് ഓർ ഇൻ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ് ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഫോർ ICU ബെഡ്സ്. എന്നാണ് പറയുന്നത്. ഇപ്പൊ ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, അവരെ സംബന്ധിച്ച് എന്താണ്? അവർക്ക് ആ ഒരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യാവസ്ഥ അല്ലെ, ഗുരുതരമായിട്ടുള്ള അവരുടെ അവസ്ഥ ചിലപ്പോൾ ലെസ്സൻഡ് എന്ന് വെച്ചാൽ കുറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവർ കുറെ കൂടി സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. ആ ഗുരുതരാവസ്ഥ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ അവർക്ക് എന്തും ആവശ്യമാണ്? ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമാണ്. ഓക്കെ, ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം? ICUവിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു വാർഡിലേക്കോ അല്ലെങ്കിൽ ഒരു റൂമിലേക്കോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഡിസ്ചാർജ് ടു വാർഡ്സ് ഓർ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ് ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഫോർ ICU ബെഡ്സ്. കാര്യം ICU ബെഡുകളുടെ ആവശ്യകത കൂടി വരും അല്ലെ. അപ്പൊ ഒരു ഡെയിലി എന്നോണം പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒരേ പേഷ്യന്റ് തന്നെ കുറെ നാളുകളോളം നമുക്ക് ICUവിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അവരുടെ കണ്ടീഷൻ ഏകദേശം സ്റ്റേബിൾ ആയി, അല്ലെങ്കിൽ അവർക്ക് ഗുരുതരാവസ്ഥയിലുള്ള അവരുടെ ആ ഒരു രോഗം കുറച്ച് കുറഞ്ഞു,
പക്ഷെ അതേസമയം അവർക്ക് ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം, ഐസിയുവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വാർഡിലോട്ടോ അല്ലെങ്കിൽ റൂമിലേക്കോ ഒക്കെ നമുക്ക് മാറ്റാമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം എന്താണ്? ദ പേഷ്യൻസ് ഇൻ ഹൂം ഡെത്ത് ഈസ് അഗ്രീഡ് ടു ബി ഇൻഫെക്റ്റഡ് ഈവൻ ഇഫ് ഇന്റൻസീവ് കെയർ ഈസ് കണ്ടിന്യൂഡ് again kept in ICU depending on the availability of resources. എന്താണ് അവിടെ പറയുന്നത്? ചില പേഷ്യൻസ് ഉണ്ട്, അവരുടെ മരണം ഉറപ്പാണ്, അവർക്ക് ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ട്, എങ്കിൽ കൂടിയും എന്താണ് അവരുടെ മരണം അഡ്വാൻസ്, ഇപ്പൊ ക്യാൻസർ ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, അവർക്ക് അവസാന സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എത്ര കെയർ കൊടുത്താലും കാര്യമില്ല, മിക്കവാറും അവര് എന്താണ് മരണത്തിന് കീഴടങ്ങും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, ഒരു ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മരണം ഉറപ്പാണെങ്കിൽ അങ്ങനെയുള്ള രോഗികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള രോഗികളെ എഗെയിൻ കെപ്റ്റ് ഇൻ ICU, ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അവര് വീണ്ടും ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്യണം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. അതായത് ആ ഒരു ICUവിലെ ബെഡിന്റെയും മറ്റുള്ളതിന്റെയും അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെയുള്ള രോഗികളെ നമ്മൾ എന്ത് ചെയ്യണം, ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതില് ഒന്ന് നമ്മൾക്ക് എന്താണ് രോഗികളുടെ അവസ്ഥ ഏകദേശം ഒരു സ്റ്റേബിൾ ആവുകയാണെങ്കിൽ അത്തരം രോഗികളെ നമുക്ക് ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വാർഡിലേക്കോ റൂമിലേക്കോ ഒക്കെ മാറ്റാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ചില പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് മരണം ഉറപ്പാണെങ്കിൽ അത്തരം രോഗികളെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യരുത്, അവർ ICUവിൽ തന്നെ അവരെ കെപ്റ്റ് ചെയ്യണം അല്ലെ, അവർക്ക് അതിന് വേണ്ട പരിചരണം കൊടുക്കുക തന്നെ വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ജനറൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഐദർക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഐദർ ബി ഐദർ ഓർ എന്ന് പറയില്ലേ, ഐദർ ഓർ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് വാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെയാട്ടോ. അതാണ് ഐദർ എന്ന് ഉദ്ദേശിക്കുന്നത്. കണക്ഷൻ വിത്ത് പാരന്റ് യൂണിറ്റ്. കണക്ഷൻ വിത്ത് പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവര് ആ മേജർ സർജറി കഴിഞ്ഞാൽ നമ്മൾ അവരെന്ത് ചെയ്യും, ICUവിലോട്ട് പ്രവേശിപ്പിക്കും. അപ്പോ ആ ഒരു രോഗിയുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർജറിയാണ് അല്ലെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർജറി. കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് സർജറി കഴിഞ്ഞ് ആ ഒരു രോഗിനെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, ICUവിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഇത്തരത്തിൽ എന്താണ് നല്ല ട്രീറ്റ്മെന്റ്, ഓരോ പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അവരുടെ പാരന്റ്, അതായത് പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ICU എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള രോഗികൾ അവിടെ ഉണ്ട്. ചിലപ്പോ ഒരു എന്താ പറയുക കാർഡിയാക് സംബന്ധമായിട്ട് ഇഷ്യൂ വന്ന രോഗി അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ സംബന്ധമായിട്ട് ഇഷ്യൂ വന്നിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കും, സർജറി കഴിഞ്ഞ് വരുന്ന രോഗികൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിലും ഓരോ പേഷ്യന്റിനും അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരന്റ് യൂണിറ്റ് ഉണ്ടായിരിക്കും. കാർഡിയാക് ആയിട്ടുള്ള വന്നിട്ടുള്ള രോഗിയാണെങ്കിൽ അവരുടെ പാരന്റ് യൂണിറ്റ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു രോഗിയാണെങ്കിൽ അവരുടെ പാരന്റ് യൂണിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർജറി ആണ്. മനസ്സിലായി? അപ്പൊ ആ അതത് പാരന്റ് യൂണിറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് അവർക്കാണ് കൂടുതൽ ഈ രോഗിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അല്ലെ. ആ രോഗിക്ക് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, എങ്ങനെയാണ് ആ രോഗിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുക ആ ഒരു പാരന്റ് യൂണിറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നുണ്ട്, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങള് നമുക്കൊന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. ഓക്കെ, ഭയങ്കരമായിട്ട് ബോറടിക്കുന്നതെന്ന് അറിയാം എനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കട്ടെ. ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടായിട്ടാണ് ICUവിനെ ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് ഓപ്പൺ യൂണിറ്റ് ICU, ക്ലോസ്ഡ് യൂണിറ്റ് ICU. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ഓപ്പൺ യൂണിറ്റ് ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിസിഷ്യൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ മെയിൻ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഫിസിഷ്യൻ ആയിരിക്കും. അതേ അവിടെ ഇന്റൻസിവിസ്റ്റിന് വെറും എന്താണ് മിയർലി കൺസൾട്ടന്റ് റോള് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള റോൾ അവിടെ ഇന്റൻസിവിസ്റ്റിന് ഉണ്ടായിരിക്കില്ല. അത് തന്നെ വലിയൊരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ICUവിനകത്ത് വരുമ്പോൾ അവിടെ കൂടുതൽ റോൾ ആർക്കാണ് വരുന്നത്, ഇന്റൻസിവിസ്റ്റുകൾക്കാണ് അവിടെ കൂടുതൽ റോള് വരുന്നത്. എങ്കിലും അവിടെ ഫിസിഷ്യൻസിനെ അവർ മാറ്റി നിർത്തുന്നില്ല, ഫിസിഷ്യൻസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടാണ് അവര് പേഷ്യൻസിന് ഒരു നല്ല പരിചരണം കൊടുക്കുന്നത്. ഓക്കെ ആണുള്ളതാണ് ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ക്ലോസ്ഡ് യൂണിറ്റിലെ എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ട്, അവിടെ നമുക്ക് പേഷ്യന്റിനെ
കുറേ കൂടി ടൈമിലി വിലയിരുത്താനായിട്ട് പറ്റും. അതായത് അധികം കാലതാമസം വരാതെ കറക്റ്റ് ടൈമിനനുസരിച്ച് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനും അതുപോലെ തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗുരുതരമായിട്ടുള്ള രോഗികൾക്ക് പരിചരണം കൊടുക്കുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ സേവനമാണ് നമുക്ക് എവിടെ കിട്ടുന്നത്, ക്ലോസ്ഡ് യൂണിറ്റിനകത്ത് കിട്ടുന്നത്. അതും ഒരു ബെനിഫിറ്റ് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടത് ICU സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗിന് പ്രധാനമായിട്ട് 4 വിഭാഗക്കാരാണുള്ളത്. ഒന്ന് മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ICU ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICUയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ. പിന്നെ എന്തുണ്ടാവും, റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ജൂനിയർ ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എവിടെ ഉണ്ടായിരിക്കും, യൂണിറ്റിനകത്ത് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞത് നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ഹൈ കോമ്പീറ്റൻസും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ആയിരിക്കും. പിന്നെ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ഇതാണ്, നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 or 1:2 ആയിരിക്കും കേട്ടോ. 1:1, അതായത് ഒരു പേഷ്യന്റിനെ നോക്കാൻ ഒരു നഴ്സ്, അല്ലെങ്കിൽ 2 പേഷ്യൻസിനെ നോക്കാൻ ഒരു പേഷ്യന്റ്. ആ ഒരു പ്രൊഫഷനിലായിരിക്കും ICUവിനകത്ത് നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഓക്സിലറി പേഴ്സൺ ആണ്. അതായത് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളെയും നഴ്സിംഗ് സ്റ്റാഫുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ചില ഓക്സിലറി പേഴ്സണൽ. അതിനകത്ത് വരുന്നത് ICU ടെക്നീഷ്യന്മാരും അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റൻസും സ്വീപ്പേഴ്സും ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ICU രജിസ്ട്രാർ ആരാണെന്ന് മനസ്സിലാക്കി. ആരാണ്, ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് ICU രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഒരു റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് ഒരു 3 year ഓഫ് ട്രെയിനിങ് പീരീഡിൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അവരെയാണ് നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ സീനിയറും ജൂനിയറും ഉണ്ട്. സീനിയർ എന്ന് പറയുന്നത് എന്താണ്, പോസ്റ്റ് MD ആണ്. MD കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർ ഓഫ് റെസിഡൻസിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. ജൂനിയർ ഡോക്ടർ, റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിലവിൽ MD ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് നമ്മൾ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ICU രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 12 hours ആണ് കേട്ടോ. പിന്നെ മാത്രമല്ല, ഒരു കൺസൾട്ടന്റിന്റെ അസാന്നിധ്യത്തില് ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭങ്ങളിൽ പേഷ്യന്റിന് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള അധികാരം, ഒരു പവർ ആർക്കുണ്ട്, ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടറിന് ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടു ജൂനിയർ റെസിഡന്റ് ഡോക്ടർ. അദ്ദേഹം MD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ റോൾ എന്താണ്, ICUവിനകത്ത് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യുന്നതും ഒക്കെ ഒരു ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ടൈം എന്താ പറയുക, 24 hour ആണ് കേട്ടോ പറഞ്ഞത്. ഡേ ആൻഡ് നൈറ്റ് പറയുന്ന സർവീസ് അവർക്ക് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കണ്ടത് എന്തെല്ലാം ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ICU അഡ്മിഷൻ നടത്തുന്നത്. അപ്പൊ 5-6 ഫാക്ടേഴ്സ് പറഞ്ഞു. പ്രയോറിറ്റി ഓഫ് പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദെയർ ഇൽനെസ്, അല്ലെ, അവരുടെ ആ ഒരു ഗുരുതരാവസ്ഥയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു ചില സ്പെസിഫിക് ആവശ്യകതകളുള്ള രോഗികൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമുള്ളത്, അങ്ങനെയുള്ളവരെ ICUവിലേക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. പിന്നെ ഡയഗ്നോസിസ്, പിന്നെ പ്രോഗ്നോസിസ്, പിന്നെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്, പിന്നെ ബെഡ് അവൈലബിലിറ്റി. ഓക്കെ. പിന്നെ ഡേ ടു ഡേ കെയർ ഒക്കെ മനസ്സിലാക്കിയത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. പൊതുവെ ICU റൗണ്ട്സ് ഏത് സമയത്താണ് നടക്കുന്നത്, മോർണിംഗ് ഒരു 9 to 11 AM വരെയുള്ള സമയത്താണ് യൂഷ്വൽ ICU റൗണ്ട്സ് നടക്കുന്നത്. ആ സമയത്ത് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കും കേട്ടോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഡിസ്ചാർജിന്റെ കാര്യമൊക്കെ അറിയാലോ. പേഷ്യൻസ് ഏകദേശം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ICU ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു വാർഡിലേക്കോ റൂമിലേക്കോ ഒക്കെ നമുക്ക് അവരെ മാറ്റാം. ഓക്കെ. ഇത്രയാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞു. നമ്മള് മനസ്സിലായ ക്ലാസ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഭയങ്കരമായിട്ട് ബോറടിപ്പിച്ചു അല്ലേ? ഓക്കെ. പിന്നെന്താണ്? ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഇതില്ല, നിങ്ങളൊന്നും പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. കുറെ പേരുണ്ടല്ലോ. എല്ലാവരും അടുത്തുള്ളവരാണോ? ഇവിടെ അടുത്തുള്ള ആൾക്കാരാണോ? ഇത് ദൂരെയുള്ളവരൊക്കെയാണോ? ഓക്കെ, എറണാകുളത്തുള്ളവരുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങ് ലക്ഷ്മി എറണാകുളത്താണ് അല്ലേ? തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടോ? തൃശ്ശൂരുള്ള ആരെങ്കിലും ഉണ്ടോ?
ഓക്കെ ഇല്ല നോർത്ത് പറഞ്ഞത് അല്ലെ, കണ്ണൂര്, കാസർഗോഡ്, ഓക്കെ ഓക്കെ, കോട്ടയം, കൊച്ചി, തൃശ്ശൂർ. തൃശ്ശൂരാണ് സീനത്ത് അല്ലെ. എന്റെ വീട് തൃശ്ശൂരാണ്, അതുകൊണ്ടാ ചോദിച്ചേട്ടാ. തൃശ്ശൂരാണ് എന്റെ വീട്. ഓക്കെ, ശരി ശരി. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, മിസ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയറിൽ മൂന്നാമത്തത് ഒന്നുകൂടി എന്താണ് മജീദ? ഡേ ടു ഡേ കെയർ പ്രൊസീജിയറിൽ മൂന്നാമത്തത്. മൂന്നാമത്തേത് അല്ലേ. മൂന്നാമത്തേല് പറയുന്നത് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എഴുതുന്നത് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എഴുതുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അവിടെ പേഷ്യൻസിന് വളരെ വിപുലമായിട്ടുള്ള ഒരു പരിചരണമാണ് ഇവിടെ കൊടുക്കുന്നത്, ICU-നകത്ത് കൊടുക്കുന്നത്. മുകളിൽ പറയുന്നില്ലേ, രജിസ്ട്രാറിംഗ് ICU പറയുന്നില്ലേ സീനിയർ റെസിഡന്റ് പിന്നെ ക്രിട്ടിക്കൽ ടൈമിലാണ് ഇത് ചെയ്യുന്നതെന്ന്. ഏതാണ് ക്രിട്ടിക്കൽ ടൈമില്? ഇതിന്റെ മുകളിൽ പറയുന്നുണ്ടല്ലോ സീനിയർ റെസിഡന്റ് എമർജൻസി കണ്ടീഷനിലാണ് ഇത് ചെയ്യുന്നതെന്നും എന്താ പറയാ. എമർജൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞാലേ ശരിക്കും മെയിൻ കൺസൾട്ടന്റ് ഡോക്ടർ ഉണ്ട്, ഒരു മെയിൻ ഡോക്ടർ ഉണ്ടായിരിക്കും, ഏറ്റവും വലിയൊരു മെയിൻ ഡോക്ടർ ഉണ്ടായിരിക്കും. ആ ഒരു മെയിൻ ഡോക്ടറുടെ ആബ്സെൻസിൽ, ആ മെയിൻ ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും എമർജൻസി ട്രീറ്റ്മെന്റുകളൊക്കെ പേഷ്യൻസിനായിട്ട് കൊടുക്കുന്നത്. ഈ പറയുന്ന റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞ ട്രെയിനിങ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ് മോളെ. അവര് ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ടില്ല, ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ അവർക്കൊരു മെയിൻ ഹെഡ് ഉണ്ടായിരിക്കും, ഒരു കൺസൾട്ടന്റ് ഡോക്ടർ ഉണ്ടായിരിക്കും. അവരുടെ സൂപ്പർവിഷനിലാണ് ഈ പറയുന്ന റെസിഡന്റ് ഡോക്ടർമാരൊക്കെ പ്രവർത്തിക്കുന്നത്, ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ചില എമർജൻസി കേസ് വരുമ്പോൾ കൺസൾട്ടന്റ് ഡോക്ടർ, മെയിൻ ഡോക്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റെസിഡന്റ് ഡോക്ടർമാരായിരിക്കും അവർക്കുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാൻ. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ശരി കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ എന്നാ ശരി. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.